ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. വെൽക്കം ടു എസ് അക്കാഡമി. ഇന്ന് നമ്മൾ സ്റ്റേറ്റ് സിലബസിന്റെ 11th 4th ചാപ്റ്ററിലേക്കാണ് കിടക്കുന്നത്. ചാപ്റ്റർ നെയിം ജുലൂസ്. ജുലൂസ് എന്ന വാക്കിനർത്ഥം ജനയാത്ര, ജാഥ എന്നൊക്കെയാണ്. ജുലൂസ് ചിത്ര മുതുഗൽ ജിക്ക് ഏക് നാട്യരൂപാന്തർ ഹെ. ചിത്ര മുതുഗൽ ജിയുടെ ഒരു അതായത് നാടകാവിഷ്കാരം, അതിനെയാണ് നാട്യരൂപാന്തരം എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ ഒരു നാടകാവിഷ്കാരമാണ് ജുലൂസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ പാഠഭാഗം. അപ്പം നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് കവിയത്രിയെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതെന്താണെന്നൊന്ന് നോക്കാം. ഓക്കെ, ഉൻകെ ജന്മ 10 दिसंबर 1944 में तमिलनाडु के चेन्नई में हुआ था. അവരുടെ ജനനം 1947 ഡിസംബർ 10-ാം തീയതി തമിഴ്നാട്ടിലെ ചെന്നൈയിലായിരുന്നു. ഓക്കെ, പ്രമുഖ രചനായം, അവരുടെ പ്രമുഖമായിട്ടുള്ള രചനകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഉപന്യാസങ്ങൾ, ഗിലിഗഡു, ആവാ, ഏക് സമീൻ അപ്നി, കഹാനി സംഗ്രഹ്, കഥാസമാഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഭൂഖ്, ലപട്ടെ, മാംല ആകെ ബഡേഗ അഭി, പെയിന്റിംഗ് അക്കേലി ഹെ. നാട്യരൂപാന്തർ അതായത് നാടകാവിഷ്കാരം, പഞ്ച് പരമേശ്വർ, ബൂട്ടി കാക്കി, സദ്ഗതി, ജുലൂസ്. ഓക്കെ, അപ്പോൾ ഈ 4 നാട്യ രൂപാന്തരാണ് അവർക്കുള്ളത്, അവർ എഴുതിയിട്ടുള്ളത്. അതിൽ ഒരെണ്ണം ജുലൂസ് ആണ് നിങ്ങൾക്ക് ഇവിടെ പാഠഭാഗമായിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, ഉൻകു ജോ പുരസ്കാർ മിലാ ഹെ, അവർക്ക് കുറച്ച് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ദു ശർമ്മ കഥാ സമ്മാൻ, ഉത്തർപ്രദേശ് സാഹിത്യഭൂഷൺ, കെ बिड़ला फाउंडेशन का व्यास सम्मान. इस तरह की 3 सम्मान से वो पुरस्कृत है. ठीक है, और विशेषताएं एक रचनाकार के रूप से देखी जाए तो उनकी विशेषताएं क्या क्या है वो यहाँ दिया गया है. ठीक है, അത് അവർ ഒരു രചനാകാരി എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ അവരുടെ വിശേഷതകൾ എന്തൊക്കെയാണ്, അതായത് പ്രമുഖമായിട്ടുള്ള അവരുടെ വിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ 3 പോയിന്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ബഹുമുഖി സാഹിത്യिक പ്രതിഭ, സ്ത്രീ പുരുഷ സമഭാവന पर बल, നാരി ഉത്പീഡൻ के प्रति വിരോധ്. അവർ ഹിന്ദി സാഹിത്യത്തിലെ ബഹുമുഖി പ്രതിഭാശാലികളായ സാഹിത്യകാരികളിൽ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരിൽ ഒരാളാണ് ചിത്ര മുതുഗൽ എന്ന് പറയുന്നത്. അവർ സ്ത്രീ പുരുഷ സമത്വം, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം എന്നിവയൊക്കെയാണ് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പ്രധാനമായിട്ടും അവരുടെ രചനകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഉൻകെ ദേൻ എന്ന് പറയുന്നത് അവരുടെ സംഭാവന എന്താണെന്ന് പറഞ്ഞാൽ ഉപേക്ഷിതേവം ഉത്പീഡിത ഭാരതീയ നാരികെ ലിയെ സമർപ്പിത സാഹിത്യമാണ് അവരുടെ സംഭാവന എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹിത്യത്തിന് അവർ തന്നേക്കുന്ന ആ ഒരു സംഭാവന എന്താണെന്ന് വെച്ചാൽ ഉപേക്ഷിതേവം ഉത്പീഡിത ഭാരതീയ നാരി, അതായത് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭാരതീയ നാരികൾക്കായിട്ട് സമർപ്പിതമായിട്ടുള്ള അവരുടെ സാഹിത്യം ആണ് ഈ അവരുടെ സംഭാവനയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കഹാനി സമ്രാട്ട് പ്രേംചന്ദ് की कहानी है चित्रा मुदगल का नाट्य रूपांतर है जुलूस. കഹാനി സാമ്രാട്ട് ഹെ പ്രേംചന്ദ്. പ്രേംചന്ദ് എന്ന് പറയുന്നത് കഥാ സാമ്രാട്ടാണ് അദ്ദേഹം. പ്രേംചന്ദ് ജി അദ്ദേഹത്തിന്റെ കഹാനിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഥയെ ചിത്ര മുതുഗൽ ജി ഒരു നാടകാവിഷ്കാരമാക്കി എഴുതി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ജുലൂസ് എന്ന് പറയുന്ന നാടകാവിഷ്കാരമാണ് നിങ്ങളുടെ പാഠഭാഗം. ഹിന്ദി കഥാസാഹിത്യക്ക് സർവശ്രേഷ്ഠ കഥാകാർ ഹെ പ്രേംചന്ദ്. ഹിന്ദി സാഹിത്യത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർവശ്രേഷ്ഠനായിട്ടുള്ള ഒരു കഥാകാരനാണ് അല്ലെങ്കിൽ എഴുത്തുകാരനാണ് പ്രേംചന്ദ് ജി എന്ന് പറയുന്നത്. കൽപ്പന കി ഉഡാൻ ഭാരതി कहानी को सच्चाई के धरातल पर ला खड़ा करके प्रेमचंद ने साधारण जनता की पीड़ा को वाणी दी है. उनकी एक कहानी है കൽപ്പന കി ഉഡാൻ ഭാരതി എന്ന് പറയുന്നത്. ആ കഹാനിക്ക് അദ്ദേഹം ആ യാഥാർത്ഥ്യത്തിനെ ഒരു ഒരു ഉയർന്ന ലെവലിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളുടെ വിഷമങ്ങളെ, പീഡ, അവരുടെ യാതനകൾക്ക് ഒരു ശബ്ദം നൽകിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജുലൂസ് കഹാനി ദേശ് പ്രേം കോ മുഖരിത് കർത്തി ഹെ. ജുലൂസ് എന്ന് പറയുന്ന ഒരു ഈ കഹാനി, അതായത് ചിത്ര മുതുഗൽ ജി നാടകാവിഷ്കാരം ചെയ്യപ്പെട്ട പ്രേംചന്ദ് ജിയുടെ കഹാനി ജുലൂസ് എന്ന് പറയുന്നത് ദേശ് പ്രേം കോ മുഖരിത് കർത്ത ഹെ, ദേശസ്നേഹമാണ് അത് തുറന്നു കാട്ടുന്നത് ആ ഒരു കഹാനി. ചിത്ര മുതുഗലിനെ പ്രസ്തുത കഹാനി കാ നാട്യ രൂപാന്തർ കിയാ ഹെ. ചിത്ര മുതുഗൽ ജി ആ ഒരു പ്രസ്തുത കഹാനിയാണ് നാടകാവിഷ്കാരമാക്കി ചെയ്തിരിക്കുന്നത്. ലേഖികാനെ കഹാനി കോ ദൃശ്യോं में बांटा और उन्होंने संवाद के द्वारा कहानी के साथ न्याय किया है. അവർ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ജുലൂസ് എന്ന് പറയുന്ന ആ ഒരു കഹാനിയെ ദൃശ്യങ്ങളായി
വേർതിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൃശ്യരൂപത്തിലാക്കിക്കൊണ്ട് അതിന് സംവാദ രൂപേണ, സംവാദം അതായത് കോൺവെർസേഷൻ കൊടുത്ത് നാടക രൂപത്തിലാക്കി അതിനൊരു ന്യായം നൽകിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ് കഹാനിക്ക് നാട്യ രൂപാന്തർ കെ പീछे एक आकस्मिक घटना है. ഈ കഹാനി അതായത് പ്രേംചന്ദ് ജിയുടെ കഹാനിയായിട്ടുള്ള ജുലൂസ് എന്ന് പറയുന്ന കഹാനിയെ നാടകാവിഷ്കാരമാക്കുന്നതിന് കാരണമായ ഒരു ഘടന, ഒരു സംഭവം നടന്നിട്ടുണ്ട്. ആ സംഭവം എന്താണെന്നുള്ളത് നിങ്ങളുടെ ഈ ടെക്സ്റ്റിൽ തന്നെ 105 to 107 എന്ന പേജിനകത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. हिंदी के कालजयी कहानीकार प्रेमचंद के प्रति नई पीढ़ी की सशक्त लेखिका ചിത്ര മുതുകൽ की ശ്രദ്ധാഞ്ജലി. ശ്രദ്ധാഞ്ജലി എന്ന് പറഞ്ഞാൽ ആദരാഞ്ജലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അതായത് ഹിന്ദിയുടെ പ്രമുഖനായിട്ടുള്ള അല്ലെങ്കിൽ കഹാനി സാമ്രാട്ടായിട്ടുള്ള പ്രേംചന്ദ് ജിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ തലമുറയുടെ സശക്തയായിട്ടുള്ള ലേഖികയായ ചിത്ര മുതുകൽ ജിയുടെ ആദരാഞ്ജലിയാണ് ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു നാടകാവിഷ്കാരം ജുലൂസ് എന്ന് നിങ്ങൾക്ക് തന്നേക്കുന്ന ഈ പാഠഭാഗം. ഓക്കെ. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. നാടകമാണ്. അപ്പൊ നമുക്ക് എപ്പോഴും അറിയാം നാടകം എപ്പോഴും എങ്ങനെയായിരിക്കും അവതരിപ്പിക്കുന്നത്. അതിനൊരു എന്താ പറയുക, ഒരു അണിയറ ഉണ്ടാകും, അണിയറ പ്രവർത്തകരുണ്ടാകും, അതിന് പിന്നെ നാടകത്തിൽ അഭിനയിക്കാനുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാകും, പിന്നെ അതിൻ്റെ പശ്ചാത്തല ഗീതമുണ്ടാകും. അങ്ങനെ ഒരുപാട് ഘടനകളുണ്ട്. അതെല്ലാം ഈ ഒരു നാടകത്തിലൂടെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ ശ്രദ്ധിച്ചിരുന്നോളൂ. സ്റ്റാർട്ട് ചെയ്യാം. നേപഥ്യമേ, നേപഥ്യം എന്ന് പറഞ്ഞാൽ അണിയറ, അണിയറയിൽ സ്വരാജ്യവും കാ ജുലൂസ് ആ രഹാ ഹെ. സ്വരാജ്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര പ്രവർത്തകരെയാണ് സ്വരാജികൾ എന്ന് പറയുന്നത്. സ്വരാജ്യവും കാ ജുലൂസ്, ജാഥ വരികയാണ്. അണിയറയിൽ നമുക്ക് കാണാൻ സാധിക്കും സ്വാതന്ത്ര്യ സമര പ്രവർത്തകരുടെ ജാഥ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോക് അംഗ്രേസോं के खिलाफ नारे लगा रहे हैं. नारे मतलब മുദ്രാവാക്യം. नारे लगा रहे हैं और भारत माता की जय जयकार कर रहे हैं. അവിടെ ആ ഒരു ജാഥയിലുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? അംഗ്രേസോं के खिलाफ, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട്, എതിരായിട്ട് നാരേ ലഗാ രഹേ ഹെ, മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഭാരത് മാതാക്ക് ജയ് ജയ്കാർ കർ രഹേ ഹെ, അതുപോലെ തന്നെ ഭാരത് മാതാവിനും വേണ്ടി ജയ് വിളിച്ചുകൊണ്ടാണ് ആ ഒരു ജാഥ കടന്നു വരുന്നത്. അംഗ്രേസോ ഭാരത് ചോഡു, അംഗ്രേസോ ഭാരത് ചോഡു, ജയ് ഭാരത് മാതാ. അംഗ്രേസോ ഭാരത് ചോഡു എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഭാരതം വിട്ടുപോകുക എന്നുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഭാരത മാതാവിന് ജയകാർ ചെയ്തുകൊണ്ട് ജാഥ കടന്നു വരികയാണ്. അതാണ് ആദ്യത്തെ നമ്മുടെ സ്റ്റേജിൽ ആണിയറയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത്. സടക് സേ ലഗേ ബാസാർ മേ ദുകാൻദാർ ബഹസ് കർ രഹേ ഹെ. സടക് സേ ലഗേ ബാസാർ മേ, അതായത് ആ റോഡിന്റെ സൈഡിലായിട്ടുള്ള അല്ലെങ്കിൽ റോഡിന്റെ ആ ഏരിയയിലായിട്ട് ചെയ്തിട്ട് ഉള്ള ഒരു ബാസാർ എന്ന് പറഞ്ഞാൽ ചന്തയാണ് ബാസാർ എന്ന് പറയുന്നത് കേട്ടോ, മാർക്കറ്റ്. ആ ഒരു മാർക്കറ്റിൽ ദുകാൻദാർ ബഹസ് കർ രഹേ ഹെ. ബഹസ് എന്ന് പറഞ്ഞാൽ തർക്കം. ദുകാൻദാർ ബഹസ് കർ രഹേ ഹെ. അവിടെ ആ ഒരു മാർക്കറ്റിൽ ഈ ദുകാൻദാർ കടക്കാരുടെ ഇടയിൽ ഒരു ചെറിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ഏതൊക്കെ ദുകാൻദാർ, ഏതൊക്കെ കടക്കാരാണെന്നുള്ളതും അത് ആരൊക്കെയാണെന്നുള്ളതും അവരുടെ സംഭാഷണം എന്താണെന്നുള്ളതുമാണ് മുന്നോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ. ശംഭുനാഥ് നാരോങ്കു സുൻകർ വ്യംഗ്യസെ. ശംഭുനാഥ് എന്ന് പറയുന്ന ആ ഒരു കടക്കാരൻ നാരോങ്കു സുൻകർ വ്യംഗ്യസെ, ആ മുദ്രാവാക്യങ്ങളെല്ലാം കേട്ടിട്ട് വളരെ വ്യംഗ്യ രൂപത്തിൽ, കളിയാക്കുന്ന രൂപത്തിൽ അയാൾ പറയുകയാണ്, ദേഖ് രഹേ ഹേ നാ ദീൻദയാൽ ജി, നിങ്ങൾ കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടോ? സബ്കെ സബ് കാൽ കെ മുഖ് മേ ജാ രഹേ ഹേ. ഇവരെല്ലാവരും കൂടി നേരെ കാലന്റെ വായിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ മരണത്തിലേക്കാണ് ഇവരെല്ലാം നടന്നു നീങ്ങുന്നത്. സ്വരാജ് ലാനെ ചലേ ഹെ, സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആകെ പോലീസ് സവാറോ കാ ദൽ ഖടാ ഹുവാ ഹെ, മാർ കർ ഭഗാ ദേംഗെ. ഫ്രണ്ടിൽ തന്നെ അവിടെ പോലീസിന്റെ ഗ്രൂപ്പ് അവിടെ നിൽപ്പുണ്ട്. ഇവരിങ്ങോട്ട് ചെല്ലുന്നത് പാടെ തന്നെ അവരെന്ത് ചെയ്യും? അടിച്ചവിടെന്ന് ഓട്ടിക്കും. മാർ കർ ഭഗാ ദേംഗെ, അടിച്ചവിടെന്ന് ഓട്ടിക്കുമെന്നാണ് ശംഭുനാഥ് ആരോട് പറയുന്നത്? ദീൻദയാൽജിയോട് പറയുന്നത്. ദീൻദയാൽജി അതിന് മറുപടി കൊടുക്കുന്ന എന്താണെന്ന് നോക്കി. മഹാത്മാജി ഭി സട്ടിയാ ഗേ ഹെ ശംഭുനാഥ് ഭയ്യ. മഹാത്മാജി ഭി സട്ടിയാ ഗേ ഹെ. സട്ടിയ എന്ന് പറഞ്ഞാൽ വൃദ്ധനാകുക, വൃദ്ധാവസ്ഥയാണ് സട്ടിയ എന്ന് പറയുന്നത്, വൃദ്ധനാകുക. മഹാത്മാജി ഭി സട്ടിയാ ഗേ ഹെ ശംഭുനാഥ് ഭയ്യ. മഹാത്മാജി, നമ്മുടെ മഹാത്മാഗാന്ധിജിയും എന്തായി കഴിഞ്ഞിരിക്കുന്നു? വയസ്സായി കഴിഞ്ഞിരിക്കുന്നു ശംഭുനാഥ് ഭയ്യ. जुलूस निकालने से स्वराज मिल जाता तो कब का मिल गया होता. ജുലൂസ് നിക്കാലിനെ സെ സ്വരാജ് മിൽ ജാത്താ തോ. ഇങ്ങനെ ജാഥ ഇങ്ങനെ നടത്തുന്നത് കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നെങ്കിൽ
എന്നേ കിട്ടേണ്ടതായിരുന്നു. കബ് സേ കബ് കാ മിൽ ഗയാ ഹോത്ത, എന്നേ കിട്ടേണ്ടതായിരുന്നു. തനിക് ദേഖോ തോ, ഒന്ന് നോക്കൂ, ഒരു നിമിഷം, തനിക് ഒരു നിമിഷത്തേക്കൊന്ന് നോക്കൂ. ജുലൂസ് മേ ഹേ കോൺ, ആ ജാഥയിൽ ആരാ ഉള്ളത്? ലോണ്ടെ ലഫംഗെ സിർഫിരെ. ലോണ്ടെ ലഫംഗെ എന്ന് പറഞ്ഞാൽ സ്വഭാവ ദൂഷ്യമുള്ള എന്നാണ് അർത്ഥമാക്കുന്നത്. സിർഫിരെ തലതിരിഞ്ഞ ചെറുപ്പക്കാർ, സ്വഭാവ ദൂഷ്യമുള്ള തലതിരിഞ്ഞ കുറെ ചെറുപ്പക്കാരാണല്ലോ ആ ജാഥയിലുള്ളത് എന്ന് വളരെ ഒരു ഹാസ്യരൂപത്തിൽ പുച്ഛഭാവത്തിൽ ആരും പറയുകയാണ്, ദീൻ ദയാൽജിയും പറയുകയാണ്. ഷഹർ കാ കോയി ബഡാ ആദ്മി ദിഖ് രഹാ ഹൈ ക്യാ, അവിടെ ഏതെങ്കിലും ഈ പട്ടണത്തിലെ ഏതെങ്കിലും ഒരു വലിയ മനുഷ്യനെ നമുക്ക് ആ ഒരു ജാഥയിൽ കാണാൻ സാധിക്കുമോ? വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിൽ വലിയ മനുഷ്യനെന്നല്ല ഉദ്ദേശിക്കുന്നത്, വളരെ പണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത് വളരെ വലിയ വലിയ പൊസിഷനിൽ രാഷ്ട്രീയ എന്താ പറയുക ഭരണകർത്താക്കളായിട്ടുള്ളതോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ലെവലിലുള്ള ഏതെങ്കിലും മനുഷ്യരെ കാണാൻ സാധിക്കുന്നുണ്ടോ? തോ ഫിർ ഹമേ ക്യാ പടി ഹേ അപ്നി ദുകാൻ ബന്ദ് കർ ജുലൂസ് മേ ആയേ. അവർക്കൊന്നും ഇല്ലാത്തതാണോ പിന്നെ നമുക്ക്? നമ്മൾ എന്തിനാ നമ്മുടെ കടയെല്ലാം അടച്ചിട്ട് ഈ ജാഥയിലെല്ലാം പങ്കെടുക്കാൻ പോകുന്നത്? ബാസാർ മേ ചപ്പലേം ബേജ് രഹാ മൈക്കു, ചപ്പലേം ബേജ് രഹാ മൈക്കു. മൂന്നാമത്തെ ക്യാരക്ടർ വന്നു, ആരാണ്? മൈക്കു. ചപ്പലയും, ചപ്പല എന്ന് പറഞ്ഞാൽ ചെരുപ്പുകൾ കേട്ടോ, നമ്മുടെ സ്ലിപ്പേഴ്സ് പോലുള്ള ചെരുപ്പുകളാണ് ചപ്പല എന്ന് പറയുന്നത്. ആ ചന്തയിൽ ആ മാർക്കറ്റിൽ ചപ്പലയും ബേജുരഹ മൈക്കു, അതായത് ചെരുപ്പുകൾ വിൽക്കുന്ന ചെരുപ്പ് കടക്കാരനായ മൈക്കു ഉൻ ദോനോ കി ബാത്തേ സുൻ ടടാക്കർ ഹസ്പെടുത്താ ഹെ. ടടാക്കർ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ ചിരിക്കുക. അയാള് മൈക്കു ഇവരുടെ രണ്ടുപേരുടെയും ഈ ഒരു കോൺവെർസേഷൻ, ഈ ഒരു സംഭാഷണം കേട്ടുകൊണ്ട് വളരെ ഉച്ചത്തിൽ ചിരിക്കുകയാണ്. ശംഭുനാഥ് ചിടുക്കർ, ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ട് तू अपनी छटियां और चप्पलें बेच माइकू, टिटिया काहे रहा, लगता है आज बिक्री अच्छी हो गई है. ചിടുക്കർ, കുറച്ച് ഇറിറ്റേഷൻ തോന്നി, കളിയാക്കി ചിരിക്കുകയാണല്ലോ എന്നുള്ള തോന്നൽ കാരണം മനസ്സിൽ കുറച്ച് ഇറിറ്റേഷൻ കൊണ്ട് ശംഭുനാഥ് എന്താ പറയുന്നേ, തു അപ്നി ചട്ടിയാ ഓർ ചപ്പലെ. ചട്ടിയ എന്ന് പറഞ്ഞാൽ മെതിയടിയാണ് ചട്ടിയ എന്ന് പറയുന്നത് കേട്ടോ. ചപ്പല എന്ന് പറഞ്ഞാൽ നമ്മുടെ വള്ളിച്ചെരുപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ സ്ലിപ്പേഴ്സ് ഒക്കെ പോലുള്ള വള്ളിച്ചെരുപ്പിനെയാണ് ചപ്പല എന്ന് പറയുന്നത്. നീ നിന്റെ മെതിയടിയും വള്ളിച്ചെരുപ്പുകളും അതായത് സ്ലിപ്പേഴ്സ് ഒക്കെ വിക്കൂ മൈക്കൂ, ടിട്ടിയാ കാഹേ രഹേ, നീ എന്തിനാ ഇത്ര ഒച്ചത്തിൽ കിടന്ന് ചിരിക്കുന്നേ? ലഗ്താ ഹെ ആജ് ബിക്രി അച്ചി ഹോ ഗയി ഹെ. ബിക്രി എന്ന് പറഞ്ഞാൽ കച്ചവടം, അതിനെയാണ് ബിക്രി എന്ന് പറയുന്നത്. ഓക്കെ, തോന്നുന്നത് ഇന്ന് കച്ചവടം വളരെ നന്നായിട്ട് നടന്നു എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ഇത്ര അട്ടഹസിച്ച് ചിരിക്കുന്നത് എന്ന ഭാവത്തിൽ ആര് പറയുകയാണ്? ശംഭുനാഥ് പറയുകയാണ്. അപ്പൊ മൈക്കോ അതിന് മറുപടി എന്താ കൊടുക്കുന്നതെന്ന് നോക്കിയേ. ബിക്രി ബിക്രി ചോടെ ഭാ ശംഭു ഭയ്യ, ഹസ് രഹാ ഹൂം തുമ്ഹാരി ബാത് പേ. അപ്പോൾ മയക്കു പറയുകയാണ്, ബിക്രി ബിക്രി ചോടെ ശംഭു ഭയ്യ, കച്ചവടത്തിന്റെ കാര്യമൊക്കെ വിട്ടേക്കു ശംഭു ഭയ്യ സഹോദര, ഹസ് രഹാഹൂ, ചിരിക്കുന്നുണ്ട് ഞാൻ. എന്തിനാണ് ചിരിക്കുന്നത്? തുമ്ഹാരി ബാത് പേ, നിങ്ങളുടെ സംസാരത്തിലാണ് ഞാൻ ചിരിച്ചത്, നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ ചിരിച്ചതെന്ന് ആര് പറഞ്ഞു? മൈക്കു പറഞ്ഞു. ശംഭുനാഥ് കിസ് ബാത് പേ, ഏത് കാര്യത്തിലാണ് നീ ഇത്രയും കിടന്ന് ചിരിക്കുന്നേ എന്നുള്ള മട്ടിൽ ചോദിക്കാം. അപ്പൊ മൈക്കു എന്താ പറയുന്നേ? അരെ ബഡേ ആദ്മി കാഹേ ജുലൂസ് മേ ആനേ ലഗേ. എന്ത് മണ്ടത്തര പറയുന്നേ? ബഡേ ആദ്മി കാഹേ ജുലൂസ് മേ ആനേ ലഗേ, എന്തിനാ വലിയ വലിയ ആൾക്കാരെല്ലാം ജാഥയിൽ പങ്കെടുക്കുന്നേ? അംഗ്രേസി രാജ് മേ ഉനെ കോൺ കമി. അംഗ്രേസി രാജ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണം, അതാണ് കേട്ടോ. ബ്രിട്ടീഷ് ഭരണത്തിൽ അവർക്ക് എന്താണ് കമി, കുറവുള്ളത്? അവർ ആഡംബരമായിട്ട് ജീവിക്കുകയല്ലേ എന്നുള്ള മട്ടിൽ ചോദിക്കുകയാണ്. വലിയ വലിയ ആൾക്കാർക്ക് ജാഥയിൽ എന്താണ്, ഇതിൽ എന്തിൻ്റെ ആവശ്യം? അവർക്ക് ഇതിൽ ജാഥയിൽ കൂടേണ്ട എന്താ ആവശ്യമുള്ളത്? അവർ ഈ ബ്രിട്ടീഷ് ഭരണത്തിൽ അവർക്ക് എന്ത് കുറവാണുള്ളത്? ടാഡ് സേ ബംഗ്ലോ ഓർ മഹ്ലോ മേ രഹത്തെ ഹെ. ടാഡ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായിട്ട്, ഓക്കെ, സുരക്ഷിതമായി അവർ ബംഗ്ലാവുകളിലും അതുപോലെ വലിയ വലിയ വീടുകളിലും ഒക്കെ താമസിക്കുന്നു. മോട്ടറോ മേ ഘൂംത്തെ ഹെ. മോട്ടറോ എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ, വാഹനങ്ങളിൽ ചുറ്റി നടക്കുന്നു. ഘൂംന ചുറ്റി നടക്കുക, വാഹനങ്ങളിൽ ചുറ്റി നടക്കുന്നു. മർത്തോ ഹം ലോഗ് രഹേ ജിൻകി റോട്ടിയോ കാ ടിക്കാനാ നഹി. അവർക്ക് എന്ത് ആവശ്യമാണുള്ളത്? ഇതേമാതിരിയുള്ള ജാഥകളിലൊക്കെ പങ്കെടുക്കാനുള്ള ആവശ്യകത ഈ വലിയ വലിയ ആൾക്കാർക്കുണ്ടോ? അവരെ ഈ ബ്രിട്ടീഷ് ഭരണത്തിൽ അവർക്ക് എന്ത് കുറവാണുള്ളത്? വലിയ വലിയ മഹൽ, വലിയ വലിയ ബംഗ്ലാവുകളിലും വലിയ വലിയ വീടുകളിലും എല്ലാം വളരെ സുരക്ഷിതമായി അവർ ജീവിക്കുന്നു. വളരെ നല്ല മോട്ടോർ വാഹനങ്ങളിലെല്ലാം ചുറ്റി നടക്കുന്നു. അവർക്ക് എന്ത് കുറവാണുള്ളത്? അവർക്കൊന്നും ഈ ജാഥയിൽ പങ്കെടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. പക്ഷേ മർത്തോ ഹം ലോഗ് രഹേ, നമ്മളെപ്പോലുള്ളവരാണ് മരിക്കുന്നത്. എങ്ങനെയുള്ളവരാണ് നമ്മൾ? ജിൻകി റോട്ടിയോ കാ ടിക്കാനാ നഹി എന്ന് പറഞ്ഞാൽ നിത്യവൃത്തിക്ക് വകയില്ലാത്ത നമ്മളെപ്പോലുള്ള ആൾക്കാരാണ് ഈ ജാഥയിലെല്ലാം മരിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിലെ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളത്, അല്ലേ, നമ്മുടെ സുരക്ഷ നേടിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ പറയുകയാണ്, നമ്മളെപ്പോലുള്ളവരാണ് മരിക്കേണ്ടി വരുന്നത്. എങ്ങനെയുള്ളവരാണ്? നിത്യവൃത്തിക്ക് വകയില്ലാത്ത നമ്മളെപ്പോലുള്ളവരാണ് മരിക്കേണ്ടി വരുന്നത് എന്ന് ആര് പറയുകയാണ്? മൈക്കു
പറയുകയാണ്. അപ്പൊ ശംഭുനാഥ് എന്താ പറയുന്നേ? കടാക്ഷെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുകയാണ്, തും യഹ സബ് ബാത്തേ ക്യാ സംജോगे മൈക്കു? നീ വക കാര്യങ്ങളൊക്കെ എന്ത് മനസ്സിലാക്കാനാ? ജിസ് കാം മേ ചാർ ബഡേ ആദ്മി അഗുവാ ഹോത്തെ ഹെ. അഗുവ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നേതാവിനെയാണ് അഗുവ എന്ന് പറയുന്നത് കേട്ടോ. ജിസ് കാം മേ ചാർ ബഡേ ആദ്മി അഗുവാ ഹോത്തെ ഹെ. ഏതൊരു കാര്യത്തിലാണോ 4 വലിയ ആൾക്കാര് നേതാക്കന്മാരായി ഉണ്ടാകുക, സർക്കാർ പർ ഭി ഉസ്കി ധാക് ബൈഠ് ജാത്തെ ഹെ. സർക്കാരും ആരുടെ ഒപ്പം തന്നെ നിൽക്കും? അവരുടെ ഒപ്പം തന്നെ നിൽക്കും. അല്ലെങ്കിൽ സർക്കാർ പർ ഭി, സർക്കാരിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാകും. ലോണ്ടേ ലഫംഗോം കാ ഗോൾ, അതായത് ഈ തലതിരിഞ്ഞ സ്വഭാവ ദൂഷ്യമുള്ള ചെറുപ്പക്കാരുടെ ലക്ഷ്യം, ഗോൾ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. ഫല ഹാക്കിമോം കി നിഗാഹ് മേ ക്യാ ജാഞ്ചേംഗ. ഹാക്കിം എന്ന് പറഞ്ഞാൽ അധികാരികളെയാണ് ഹാക്കിം എന്ന് പറയുന്നത് കേട്ടോ. ഭരണാധികാരികളെ പോലെ, അധികാരികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഭരണാധികാരികൾ. ലോണ്ടേ ലഫംഗോം കാ ഗോൾ, ഈ മാതിരി സ്വഭാവ ദൂഷ്യമുള്ള ഈ ചെറുപ്പക്കാരുടെ ലക്ഷ്യം ഹാക്കിമോം കെ നിഗാഹ് മേ ക്യാ ജാഞ്ചേംഗ, ഈ അധികാരികളുടെ ദൃഷ്ടിയിൽ പെടുമോ, എന്ത് ചലനം സൃഷ്ടിക്കാനാണ് എന്നുള്ള രീതിയിൽ പറയുകയാണ്. മൈക്കു എന്താ അതിന് മറുപടി കൊടുക്കുന്നതെന്ന് നോക്കിയേ. ഹമാര ബഡാ ആദ്മി തോ വഹി ഹെ ജോ ലങ്കോട്ടി ബാന്ധേ നംഗേ പാവ് ഘൂംതാ ഹെ. അപ്പൊ മൈക്കു പറയുകയാണ്, ഇപ്പോ ശംഭുനാഥ് പറഞ്ഞു അല്ലേ, ഏതൊരു കാര്യത്തിലായിക്കോട്ടെ 4 വലിയ ആൾക്കാരുണ്ടായിരുന്ന, വലിയ നേതാക്കന്മാരുണ്ടെന്നുണ്ടെങ്കിൽ സർക്കാരും അവരെ കൂടെ നിൽക്കുമെന്നുള്ള രീതിയിൽ ശംഭുനാഥ് പറഞ്ഞപ്പോ മൈക്കു പറയുകയാണ്, ഹമാര ബഡാ ആദ്മി തോ വഹി ഹെ ജോ ലങ്കോട്ടി ബാന്ധേ നംഗേ പാവ് ഘൂംതാ ഹെ. ഞങ്ങളുടെ വലിയ മനുഷ്യൻ അതാണ്. ആരാണ് ഞങ്ങളുടെ വലിയ മനുഷ്യൻ? ജോ ലങ്കോട്ടി ബാന്ധേ. ലങ്കോട്ടി എന്ന് പറഞ്ഞാൽ മുട്ട് വരെ ഉടുക്കുന്ന മുണ്ട് പോലുള്ള വസ്ത്രത്തിനെയാണ് ലങ്കോട്ടി എന്ന് പറയുന്നത് കേട്ടോ. ആ മനുഷ്യൻ എന്താണ്? ലങ്കോട്ടി ധരിച്ചുകൊണ്ട്, നങ്കേ പാവ് എന്ന് പറഞ്ഞാൽ, നങ്കേ എന്ന് പറഞ്ഞാൽ പാദം, ചെരുപ്പ് ധരിക്കാത്ത കാലുകൾ, അതിനെയാണ് നങ്കേപ്പാവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ വലിയ മനുഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹം എങ്ങനെയാണ്? ലങ്കോട്ടി ധരിച്ചുകൊണ്ട് ചെരുപ്പുകൾ ധരിക്കാതെ ചുറ്റി നടക്കുന്ന ആ മനുഷ്യനാണ് ഞങ്ങൾക്ക് വലിയ മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലേ. ജോ ഹമാരി ദശാ സുധാർനെ കെ ലിയേ അപ്നി ജാൻ ഹത്തേലി പർ ലിയേ ഫിർത്താ ഹെ. ജോ, അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഹമാരി ദശാ സുധാർനെ കെ ലിയേ, ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ സുധാർനെ കെ ലിയേ, നേരെയാക്കുന്നതിന് വേണ്ടിയിട്ട്, നന്നാക്കുന്നതിന് വേണ്ടിയിട്ട്, അപ്നി ജാൻ ഹത്തേലി പർ ലിയേ ഫിർത്തെ ഹെ, സ്വന്തം ജീവൻ പണയം വെച്ച് നടക്കുന്ന ആ ഒരു മനുഷ്യൻ, അദ്ദേഹമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മനുഷ്യൻ എന്നാണ് ഇവിടെ മൈക്കു പറയുന്നത്. വഹ് ഹേ കോൺ? വഹ് മഹാത്മാ ഗാന്ധിജി ഹേ. वो बड़ा आदमी तो महात्मा गांधी है, उसके आगे हमें किसी बड़े आदमी की परवाह नहीं. അപ്പോൾ മൈക്കു പറയുകയാണ്, അത്രയും ഞങ്ങൾക്ക് വേണ്ടി അത്രയും ജീവൻ പണയം വെച്ച് ചുറ്റി നടക്കുന്ന ആ മനുഷ്യന്റെ പേരെന്താണ്? മഹാത്മാഗാന്ധിയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ മുന്നിൽ വേറെ വലിയ മനുഷ്യർക്കൊന്നും ഞങ്ങളുടെ മുന്നിൽ ഒരു ശ്രദ്ധയുമില്ല എന്ന് മൈക്കു പറയുകയാണ്. നേപത്യമേം ജുലൂസ് കെ നാരെ പ്രഗർ ഹോനെ ലഗ്തേ ഹെ. നേപത്യമേം അതായത് അണിയറയിൽ, ജുലൂസ് കെ നാരെ, ഈ ജുലൂസിന്റെ ആ ഒരു മുദ്രാവാക്യങ്ങൾ വീണ്ടും പ്രഖരമാകുന്നു. എന്നാൽ കൂടുതൽ എന്താ പറയണ, കൂടുതൽ വലിയ ശക്തമായി തന്നെ അതിൻ്റെ മുദ്രാവാക്യങ്ങൾ കേൾക്കുന്നു എന്നാണ് പറയുന്നത് നേപഥ്യ അണിയറയിൽ. അപ്പോൾ ദീൻദയാൽജി എന്താ പറയുന്നതെന്ന് നോക്കാം. നയാ ദാരോഗ ബീർബൽ സിംഗ് ബഡാ ജല്ലാദ് ഹെ മൈക്കു. അപ്പൊ ദീൻദയാൽജി പറയുകയാണ്, നയാ ദാരോഗ എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടർ, പോലീസ് ഇൻസ്പെക്ടറിനെയാണ് ദാരോഗ എന്ന് പറയുന്നത്. ഓക്കെ, നയാ ദാരോഗ ബീർബൽ സിംഗ് ബഡാ ജല്ലാദ് ഹെ. ജല്ലാദ് എന്ന് പറഞ്ഞാൽ നിർദയൻ, ദയയില്ലാത്ത മനുഷ്യൻ. പുതിയ പോലീസ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ബീർബൽ സിംഗ് എന്ന് പറയുന്നത് വളരെ ദയയില്ലാത്തൊരു മനുഷ്യനാണ് മൈക്കു. ജുലൂസ് കെ ചൗരാസ്തേ പർ പൗഞ്ചത്തെ ഹി ഹഡ്ഡർ ലേക്കർ പിൽ പടേഗ എന്ന് പറയുകയാണ്. ജുലൂസ് കെ ചൗരാസ്തേ പർ പൗഞ്ചത്തെ ഹി, ചൗരാസ്തേ അതായത് മുന്നിൽ എത്തിച്ചേരുമ്പോൾ, ജുലൂസ് ആ ജാഥയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ തന്നെ, പൗഞ്ചത്തെ ഹി അതിലേക്ക് എത്തിച്ചേരുമ്പോൾ തന്നെ, ഹണ്ടർ സേ ലേക്കർ പിൽ പടേഗ എന്ന് പറഞ്ഞാൽ ചാട്ടവാറിനെയാണ് ഹണ്ടർ എന്ന് പറയുന്നത് കേട്ടോ. ലേക്കർ പിൽ പടേഗ, അതുമായിട്ട് ചാടി വീഴും. ആര്? നമ്മുടെ പുതിയ ദാരോഗാജി ആയിട്ടുള്ള, പുതിയ പോലീസ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ബീർബൽ സിംഗ് എന്നാണ് ഇവിടെ ദീൻദയാൽ മൈക്കുവിനോട് പറയുന്നത്. फिर देखना ये स्वराजी कैसे दुम दबाकर भाग खड़े होगी. എന്നിട്ട് നോക്കിക്കോ, ഈ ഇൻസ്പെക്ടർ അങ്ങോട്ട് ചാട്ടമാറും എടുത്ത് ചാടി വീഴുമ്പോഴത്തേക്ക് നീ നോക്കിക്കോ, ഈ കിടന്ന് ബഹളം വെക്കുന്ന ഈ സ്വരാജികളെല്ലാം ദും ദബാക്കർ ഭാഗ് ഖടേ ഹോഗി, പേടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാകും. उधर देख माइकू, देख सिपाहियों ने जुलूसियों को रोक दिया है. देख माइकू, उधर देख, അങ്ങോട്ട് നോക്കിയേ माइकू, നോക്കിയേ. सिपाहियों ने जुलूसों को रोक दिया है.
പട്ടാളക്കാർ, സിപ്പാഹി എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരാണെന്ന് അർത്ഥം കേട്ടോ. സിപ്പാഹിയോനെ ജുലൂസിയോങ്കോ റോക് ദിയാ ഹെ അല്ലെ. സിപ്പാഹിയും പട്ടാളക്കാര് നമ്മുടെ ജാഥക്കാരെ എല്ലാം അവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. റോക്ന എന്ന് പറഞ്ഞാൽ തടഞ്ഞു നിർത്തിയിരിക്കുക, തടഞ്ഞു നിർത്തുക. റോക് ദിയാ ഹെ, പട്ടാളക്കാര് ഈ ജാഥക്കാരെ എല്ലാം അവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണെന്ന് ദീൻദയാൽ ആരോട് പറയുകയാണ്? മൈക്യൂനോട് പറയുകയാണ്. സംഗീത്, അണിയറയിൽ എപ്പോഴും എങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ലേ, ഗീതം ഉണ്ടാകും അല്ലെ, ഇടയ്ക്കിടയ്ക്ക് സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ധ്വനി, ശബ്ദം, എന്താ പറയണേ, ശബ്ദവും എന്നല്ല പറയണ്ടേ, സംഗീതത്തിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടാകുമല്ലോ. അതേമാതിരി ഇവിടെയും സംഗീതത്തിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുകയാണ്. ദൃശ്യാന്തർ, അടുത്ത ദൃശ്യത്തിലേക്ക്, അടുത്ത രംഗത്തിലേക്ക്. സിപ്പാഹിയോं के साथ घोड़े पर सवार दारोगा बीरबल स्वराजियों पर गरजता है. ദീൻദയാൽ ഓൾറെഡി പറഞ്ഞ ആ ദാരോഗ, പോലീസ് ഇൻസ്പെക്ടറിന്റെ പ്രവേശനം നടക്കുകയാണ്. അയാൾ രംഗപ്രവേശനം നടത്തുകയാണ്. ആരാണെന്ന് നോക്കിയേ, ബീർബൽ സിംഗ് അല്ലെ. സിപ്പാഹിയോं के साथ घोड़े पर सवार दारोगा बीरबल स्वराजियों पर गरजता है. സിപ്പാഹിയോं के साथ, പട്ടാളക്കാരോടൊപ്പം, घोड़े पर सवार, കുതിരപ്പുറത്ത്, ദാരോഗ ബീർബൽ സ്വരാജിയോं पर गरजता है, ഗർജിക്കുകയാണ്. ഭയങ്കര ഒച്ചത്തിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ ആര് കുതിരപ്പുറത്ത് എത്തുകയാണ്? ദാരോഗ ബീർബൽ എത്തുകയാണ്. പട്ടാളക്കാരോടൊപ്പം കുതിരപ്പുറത്ത് ദാരോഗ, ഇൻസ്പെക്ടർ ആയിട്ടുള്ള ബീർബൽ സിംഗ് ഈ സ്വരാജികളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരോട് ഗർജിച്ചുകൊണ്ട് അവിടെ എത്തുകയാണ്. എന്നിട്ട് ബീർബൽ സിംഗ് എന്താ പറയുന്നത്? റുക് ജാവോ, തും ലോഗോं को आगे जाने का हुक्म नहीं है. റുക് ജാവോ, അവിടെ നിൽക്കുക. തും ലോഗോं को आगे जाने का हुक्म नहीं है, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അധികാരം ഇല്ല. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഹുക്കും എന്ന് പറഞ്ഞാൽ എന്താ, അധികാരം എന്നല്ല പറയണ്ടേ, ഓർഡർ ഇല്ല എന്നാണ് പറയുന്നത്. ഇതിന് മുന്നോട്ട് പോകാനുള്ള ഓർഡർ നിങ്ങൾക്കില്ല. ജുലൂസ് में दबी जुबान से खुसुर पुसुर, ये नया दरोगा है. हाँ भैया, इसी का नाम ബീർബൽ സിംഗ് ഹെ. അപ്പോൾ ഈ ജുലൂസ് മേ ദബി സുബാൻ സെ ഖുസുർ പുസുർ ഹോ രഹി ഹെ ന, അതായത് ജുലൂസ് മേ, ഈ ജാഥയില് ഈ ആൾക്കാരെല്ലാം പെട്ടെന്ന് ബീർബൽ സിംഗ് ഇങ്ങനെ കുതിരപ്പുറത്ത് വരുന്നത് കണ്ടപ്പോൾ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഖുസുർ പുസുർ കർണ എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുകയാണ്. അതും എങ്ങനത്തെ ആവാസിലാണ്? ദബി സുബാൻ സെ എന്ന് പറഞ്ഞാൽ പതിങ്ങിയ ശബ്ദത്തില് അവര് പിറുപിറുത്തുകൊണ്ട് പറയുകയാണ്, ഏ നയാ ദാരോഗ ഹെ, ഇത് പുതിയ പോലീസ് ഇൻസ്പെക്ടർ ആണ്. ഹാ ഭായി, അതെ അതെ. ഇസിക്കാ നാം ക്യാ ഹെ? ബീർബൽ സിംഗ് ഹെ. ഇയാളുടെ പേരെന്താണ്? ബീർബൽ സിംഗ് എന്നാണ്. സുനാ ഹെ ബഡാ ജല്ലാദ് ഹെ. കേട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാൾ നിർദ്ദയനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. ശാന്ത് ഭായിയോ ശാന്ത്, സുനോ ഇബ്രാഹിം അലി ദാരോഗ സെ ക്യാ കഹ് രഹേ ഹെ. ശാന്ത് ഭായിയോ ശാന്ത്, എല്ലാ സഹോദരങ്ങളെ മിണ്ടാതിരിക്കൂ, നിശബ്ദരാകുക, കേൾക്കൂ, നമ്മുടെ ഇബ്രാഹിം അലി സാഹബ് ഇൻസ്പെക്ടറിനോട് എന്താണ് സംസാരിക്കുന്നതെന്ന് എല്ലാവരും ശ്രദ്ധിക്കൂ എന്ന് അതിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ഒരു ജാഥയിൽ പങ്കെടുത്ത ഒരു വ്യക്തി പറയുകയാണ്. ഇബ്രാഹിം അലി ബീർബൽ സിംഗിനോട് എന്താ പറയുന്നതെന്ന് നോക്കാം. ഊഞ്ചെ സ്വരമേം, ഉയർന്ന സ്വരത്തിൽ പറയുകയാണ്. दारोगा साहब, इंस्पेक्टर साहब, मैं आपको इत्मीनान दिलाता हूँ कि किसी किस्म का दंगा फसाद न होगा. ഊഞ്ചി സ്വരമേ, ഉച്ചത്തിൽ, ഉയർന്ന സ്വരത്തിൽ പറയുകയാണ്. ദാരോഗ സാഹബ്, ഇൻസ്പെക്ടർ സാഹബ്, ഞങ്ങൾ എന്താ പറയുന്നേ, മേ ആപ്കോ ഇത്മീനാം ദിലാത്താ ഹൂ. ഇത്മീനാം എന്ന് പറഞ്ഞാൽ എന്താ പറയണേ, വാക്ക് നൽകുകയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇത്മീനാം എന്ന് പറഞ്ഞാൽ വാക്ക് നൽകുക. മേ ആപ്കോ ഇത്മീനാം ദിലാത്താ ഹൂ, ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. എന്താണ് വാക്ക്? കിസി കിസ്മക്ക, കിസി കിസ്മക്ക, ഒരു തരത്തിലും, കിസ്മ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും എന്നാണ് അർത്ഥം കേട്ടോ. കിസി കിസ്മക്ക ദംഗ ഫസാദ് ന ഹോഗ, ഒരു തരത്തിലുമുള്ള വഴക്കോ ബഹളമോ ഒന്നും ഇവിടെ ഉണ്ടാകില്ല. ദംഗ ഫസാദ് എന്ന് പറഞ്ഞാൽ വഴക്ക്, ബഹളം, അടി. ഓക്കെ, അത്തരത്തിലുള്ള ബഹളമോ വഴക്കോ ഒന്നും ഇവിടെ ഉണ്ടാകില്ല. ഹം ദുകാനെ ലൂട്ട്നെ, ലൂട്ട്ന എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കുക. ഹം ദുകാനെ ലൂട്ട്നെ യാ മോട്ടറോൻ തോട്നെ നഹി നിക്കലേ ഹെ, ഞങ്ങൾ കടകളെ കൊള്ളയടിക്കാനോ അല്ലെങ്കിൽ വാഹനങ്ങളെ നശിപ്പിക്കാനോ അല്ല വന്നേക്കുന്നത്. ഹമാരാ മക്സദ് इससे कहीं ऊंचा है. हमारा मकसद, ഞങ്ങളുടെ ലക്ഷ്യം, മക്സദ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം കേട്ടോ. ഹമാരാ മക്സദ് इससे कहीं ऊंचा है, ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ ഒരുപാട് ഉയരെയാണെന്ന് ഇബ്രാഹിം അലി ബീർബൽ സിംഗിനോട് പറയുകയാണ്. അപ്പോൾ ബീർബൽ സിംഗ് എന്താ മറുപടി പറയുന്നതെന്ന് കേട്ടെ. ഇബ്രാഹിം സാഹബ്, മുझे यह हुक्म है कि जुलूस यहाँ से आगे न जाने पाए. എനിക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ എന്താണെന്ന് വെച്ചാൽ, ഇബ്രാഹിം സാഹബ്, എനിക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ എന്താണെന്ന് വെച്ചാൽ, ജുലൂസ്, ജാഥ ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പാടില്ല എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ. ഓർഡർ എവിടെ നിന്നായിരിക്കും കിട്ടിയിരിക്കുന്നത്? ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ എന്ന രീതിയിൽ ബീർബൽ സിംഗ് ഇബ്രാഹിം അലിയോട് പറയുകയാണ്.
അപ്പൊ ഇബ്രാഹിം അലി ആപ് അപ്നെ അഫ്സറോ സെ സറാ പൂച്ച്ന ലേ, നിങ്ങളൊന്ന് നിങ്ങളുടെ ഓഫീസർമാരോടൊന്ന് പറയൂ, ഞങ്ങൾ ഈ മാതിരി കട കൊള്ളയടിക്കാനോ മോട്ടോറുകൾ കത്തിക്കാനോ വാഹനങ്ങൾ കത്തിക്കാനോ ഒന്നുമല്ല വന്നത്, ഞങ്ങൾ വഴക്കുണ്ടാക്കാനോ ബഹളം ഉണ്ടാക്കാനോ അല്ല വന്നത് എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ ഓഫീസർമാരുമായി ഒന്ന് സംസാരിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് ഇബ്രാഹിം അലി ബീർബൽ സിംഗിനോട്. ബീർബൽ സിംഗ് എന്താ പറയുന്നത്? मैं इसकी कोई जरूरत नहीं समझता, ഞാൻ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇബ്രാഹിം അലി तो हम लोग यही बैठते हैं, ശരി എന്നാൽ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാം. ജബ് ആപ് ലോഗ് ചലേ ജായേഗെ തോ ഹം നിക്കൽ ജായേഗെ, എപ്പോഴാണോ നിങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് നീങ്ങാം എന്നാര് പറയുകയാണ്? ഇബ്രാഹിം അലി ബീർബൽ സിംഗിനോട് പറയുകയാണ്. ബീർബൽ സിംഗ് യഹാ ഖഡേ ഹോനെ കാ ഭി ഹുക്കും നഹീ ഹൈ, ഇവിടെ ഇങ്ങനെ എല്ലാം കൂടി കൂട്ടം കൂടി നിൽക്കുന്നതിനും ഒരു ഓർഡറും ഇല്ല. ആപ് ലോഗോങ്കോ വാപ്പസ് ജാനാ പടേഗ, നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചു പോകേണ്ടതായിട്ട് വരും എന്ന് പറയുകയാണ് ഇബ്രാഹിം അലി ഗംഭീര ശബ്ദത്തോടു കൂടി പറയുകയാണ്. വാപ്പസ് തോ ഹം നഹീ ജായേഗ, ഞങ്ങൾ ഒരിക്കലും തിരിച്ചു പോകില്ല. ആപ്കോ യാ കിസിക്കോ ഹമേ റോക്നെ കാ കോയി ഹക്ക് നഹീ ഹൈ, നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലുമോ ഞങ്ങളെ തടഞ്ഞു നിർത്താനുള്ള യാതൊരു അവകാശവുമില്ല. ഹക്ക് അവകാശവും ഇല്ല. നഹീ ഹൈ आप अपने सवारों संगीनों और बंदूकों के जोर से हमें रोकना चाहते हैं, നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച്, സംഗീനം എന്ന് പറഞ്ഞാൽ ഈ തോക്കിന്റെ അറ്റത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് കൊണ്ടുള്ള മൂർച്ചയേറിയ ആയുധമാണ് സംഗീനം എന്ന് പറയുന്നത് കേട്ടോ. ബന്ദൂക്ക് തോക്ക്, അതായത് സംഗീനവും സവാറും, അതായത് കൂട്ടരെ കൊണ്ടോ നിങ്ങളുടെ പോലീസുകാരെ പട്ടാളക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ സംഗീനവും കൂർത്ത ആയുധങ്ങൾ കൊണ്ടോ ഇരുമ്പ് കൊണ്ടുള്ള മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ടോ തോക്കുകളുടെയും ശക്തി കാണിച്ചുകൊണ്ട് ഞങ്ങളെ തടയാൻ ഞങ്ങളെ തടയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ റോക്ക് ലീജിയെ, തടഞ്ഞോളൂ. മഗർ ആപ് ഹമേ ലൗട്ടാ നഹീ സക്തേ, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ആയുധങ്ങളും തോക്കുകളൊക്കെ കൊണ്ട് ഞങ്ങളെ ചിലപ്പം തടഞ്ഞു നിർത്താൻ സാധിച്ചേക്കാം, പക്ഷേ ഹമേ ലൗട്ടാ നഹീ സക്തേ, ഞങ്ങളെ പിരിച്ചുവിടാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഇബ്രാഹിം അലി പറയുകയാണ്. ബീർബൽ സിംഗ് തായിഷ്മേ, കുറച്ച് ദേഷ്യത്തിൽ തന്നെ, ഹമാരാ ഹുക്കും ക്യാ ആപ്കോ സുനായി നഹീ പടാ, എൻ്റെ ആ ഒരു ആദേശം, എൻ്റെ ഓർഡർ നിങ്ങളുടെയൊന്നും ചെവിയിൽ പെട്ടില്ലായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങളൊന്നും എൻ്റെ ഓർഡർ കേട്ടില്ലായിരുന്നോ, എല്ലാവരും പിരിഞ്ഞു പോകാൻ പറഞ്ഞിട്ടും നിങ്ങൾ ആരും ഒന്നും കേട്ടില്ലയോ എന്ന് ബീർബൽ സിംഗ് ചോദിക്കുകയാണ്. ഇബ്രാഹിം അലി ന ജാനെ വഹ് ദിൻ കബ് ആയേഗാ जब हमारे भाई बंद ऐसे हुक्मों की तामील करने से साफ इनकार कर देंगे जिनकी मंशा महज कौम को गुलामी की जंजीरों में जगड़े रखना है. ഗുലാമി കി ജഞ്ചീർ എന്ന് പറയുന്നത് അടിമത്തത്തിന്റെ ചങ്ങലയാണ്. ഗുലാമി കി ജഞ്ചീർ എന്ന് പറയുന്നത് കേട്ടോ. ന ജാനെ വഹദിൻ കബ് ആയേഗ, അറിയില്ല എന്നാണോ ആ ഒരു ദിവസം വരുന്നത്. ജബ് ഹമാരെ ഭായ് ബന്ദ് ഐസെ ഹുക്കുമോ കി താമീൽ കർനെ സെ സാഫ് ഇൻകാർ കർ ദേംഗെ, ഇത്തരത്തിലുള്ള ഓർഡറുകളെ എന്താ പറയുന്നത് അനുസരിക്കുന്നതിൽ നിന്നും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഓർഡർ അനുസരിക്കുന്നതിൽ നിന്നും അവരെന്ത് ചെയ്യും? പിന്തിരിയും. ഈ വകയുള്ള ഓർഡറുകളൊന്നും അവരനുസരിക്കാത്തൊരു കാലം, എൻ്റെ സഹോദരങ്ങൾ ഈ വക ഓർഡറുകളൊക്കെ തിരസ്കരിക്കുന്ന, അതായത് ശ്രദ്ധയിക്കാത്ത ഒരു കാലം എന്നാണാവോ വരുന്നതെന്ന് ഇബ്രാഹിം അലി പ്രത്യാശിക്കുകയാണ്. അതോടൊപ്പം പറയുകയാണ്, ജിൻകി മൻഷ മഹസ് കോം കോ ഗുലാമി കി ജഞ്ചീരോ മേ ജഗഡേ റഖ്നാ ഹെ. മൻഷ എന്ന് പറഞ്ഞാൽ മോഹം, ആഗ്രഹം. മെഹസ് എന്ന് പറഞ്ഞാൽ വികാരം. കോം എന്ന് പറഞ്ഞാൽ വംശം എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി. ഓക്കെ. ഗുലാമി കി ജഞ്ചീറോ എന്ന് പറഞ്ഞാൽ അടിമത്തത്തിന്റെ ചങ്ങല. ജഗഡേ റഖ്ന എന്ന് പറഞ്ഞാൽ വരിഞ്ഞു കെട്ടുക. ഓക്കെ. അപ്പൊ പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ ആഗ്രഹം, ജിൻകി അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം ഈ തരത്തിലുള്ള കമ്മ്യൂണിറ്റിയെ, ഈ തരത്തിലുള്ള സമൂഹത്തിനെ ഇതേമാതിരി അടിമത്തത്തിന്റെ ചങ്ങലയിൽ വരിഞ്ഞു കെട്ടാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മനുഷ്യരുടെ ഓർഡറുകളെ തിരസ്കരിക്കുന്ന, എൻ്റെ ബന്ധുക്കൾ തിരസ്കരിക്കുന്ന ഒരു കാലം, ഒരു ദിവസം എന്നാണാവോ അത് വരുന്നതെന്ന് ഇബ്രാഹിം അലിയുടെ പ്രത്യാശിക്കുകയാണ്. ബീർബൽ സിംഗ് വിനമ്രഹൂക്കൽ. ബീർബൽ സിംഗ് ഇത്രയും നേരം ഭയങ്കര ദേഷ്യത്തിലൊക്കെ നിന്ന് അയാള് ഇൻസ്പെക്ടർ പെട്ടെന്ന് വിനമ്രഹൂക്കൽ കുറച്ച് വിനയത്തോടു കൂടി പറയുകയാണ്. DSP സാഹബ് ആ രഹേ ഹെ, DSP സാഹബ് വരികയാണ്. ഇബ്രാഹിം സാഹബ് ഉസ്സെ പഹലെ ആപ് ലോഗ് വാപ്പസ് ലൗട്ട് ജായിയെ, നിങ്ങൾക്ക് ഞാൻ വീണ്ടും വാർണിംഗ് തരികയാണ്. DSP സാഹബ് വരുന്നുണ്ട്, സാർ വരുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുക എന്ന് ബീർബൽ സിംഗ് ഒന്നുകൂടി വാർണിംഗ് കൊടുക്കുകയാണ്. സ്വരാജികൾ സമവേദ സ്വരമേ, സമവേദ സ്വരം എന്ന് പറഞ്ഞാൽ ഒരേ സ്വരത്തിനെയാണ് സമവേദ സ്വരം എന്ന് പറയുന്നത്. ഓക്കെ. സമവേദ സ്വരമേ ഒരേ സ്വരത്തിൽ പറയുകയാണ്. ഹം നഹി ജായേഗേ, ഞങ്ങൾ
തിരിഞ്ഞു പോകുകയില്ല, ഞങ്ങൾ തിരിച്ചു പോകുകയില്ല എന്ന് ഉറക്കെ ഒരേ സ്വരത്തിൽ സ്വാതന്ത്ര്യ സമര പ്രവർത്തകർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീർബൽ സിംഗ് फिर से सोच ले बहुत नुकसान उठाना पड़ेगा. नुकसान എന്ന് പറഞ്ഞാൽ നഷ്ടം. ഓക്കെ, फिर से सोच ले ഒന്നുകൂടി ഒന്ന് ആലോചിക്കൂ. बहुत नुकसान उठाना पड़ेगा, ഒരുപാട് നഷ്ടം സഹിക്കേണ്ടതായി വരും. സ്വരാജി സമവേദ സ്വർമയും വീണ്ടും ബീർബൽ സിംഗ് വീണ്ടും ഇങ്ങനെ ഉച്ചത്തിൽ ഇങ്ങനെ എന്താ പറയണേ, അവരെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ വീണ്ടും പറയുകയാണ്, ഒന്നുകൂടി ആലോചിച്ചോളൂ, ഒരുപാട് നഷ്ടം നിങ്ങൾക്ക് നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ സ്വരാജികൾ വീണ്ടും എന്താണ്, സമവേദ സ്വർമയും ഒരേ സ്വരത്തിൽ പറയുകയാണ്, ഹമേ കോയി മലാൽ നഹി, ഭാരത് മാതാ കി ജയ്, ജയ് ഭാരത്, ജയ് ഭാരത് എന്ന് വീണ്ടും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, ഭാരത് മാതാവിന് ജയ് വിളിച്ചുകൊണ്ട് അവർ വീണ്ടും മുന്നോട്ട് വന്ന് പറയുകയാണ്, ഞങ്ങൾക്കൊന്നിനെയും പേടിയില്ല, ഞങ്ങൾ പിരിഞ്ഞു പോകില്ല എന്ന മട്ടിൽ സ്വരാജികളും നിലകൊള്ളുകയാണ്. ബീർബൽ സിംഗ് വീണ്ടും എന്താ പറയുന്നതെന്ന് കേൾക്കൂ. ആദേശാത്മക് സ്വർമയും, ആദേശാത്മക് എന്ന് പറഞ്ഞാൽ ഓർഡർ കൊടുക്കുന്ന രീതിയിൽ, സ്വന്തം എന്താ പറയണേ, സ്വന്തം അസിസ്റ്റൻസിന് അല്ലെങ്കിൽ സിപ്പാഹികൾക്ക്, പട്ടാളക്കാർക്ക് ഓർഡർ കൊടുത്ത സ്വരത്തിൽ, ഓർഡർ ആയിട്ടുള്ള സ്വരത്തിൽ പറയുകയാണ്, സിപ്പാഹിയോ ലാത്തി ചാർജ് കറൂ, സിപ്പാഹിയോ പട്ടാളക്കാരെ ലാത്തി ചാർജ് തുടങ്ങിക്കൊള്ളുക. ലാത്തി ചാർജ് ധ്വനി, പെട്ടെന്ന് തന്നെ അവിടെ അണിയറയിൽ എങ്ങനെയാണ് ആ ശബ്ദം വരുന്നത്, ലാത്തി ചാർജ് ചെയ്യുന്നതിന്റെ ശബ്ദം കേൾക്കുന്നു. ഘോടോം കി ടാപ്പോ അവർ ഹിൻഹിനാനിക്ക് ആവാസയും, ഘോടോം കി ടാപ്പോ എന്ന് പറഞ്ഞാൽ ഈ കുതിരയുടെ കുളമ്പടിയുടെ ശബ്ദവും കുതിരയുടെ ശബ്ദവും സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ട്, ആവാസയും ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ബീച്ച് മേ സ്വരാജിയും കെ ഖായൽ എന്ന് പറഞ്ഞാൽ മുറിവ് പറ്റുക, ഖായൽ ഹോനേക്ക് അർത്ഥ സ്വർ കൂടി കേൾക്കുന്നുണ്ട് അല്ലേ. അവിടെ പെട്ടെന്ന് തന്നെ ലാത്തി ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ അണിയറയിലെ സൗണ്ട് എന്ന് പറയുന്നത് ലാത്തി ചാർജിന്റെ സൗണ്ട് കേൾക്കുന്നു. അതിൻ്റെ ഇടയിൽ കുതിരകളുടെ കുളമ്പടികളുടെ ശബ്ദം, കുതിരകളുടെ ശബ്ദം, അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്വരാജികളുടെ വേദനാജനകമായിട്ടുള്ള ആ ഒരു പതിങ്ങിയ സ്വരവും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ബീർബൽ സിംഗ് ചേതാവനി ഭരേ സ്വരമേ, ചേതാവനി ഭരേ സ്വരമേം ബീർബൽ സിംഗ് ക്യാ ബോൾത്തെ ഹെ, കുറച്ചും കൂടി എന്താ പറയുക, വാർണിംഗ് എന്ന രീതിയിൽ പറയുകയാണ്. ചേതാവനി ഭരേ സ്വരമേം വാർണിംഗ് ആയിട്ട് ഒന്നും കൂടി പറയുകയാണ് ബീർബൽ സിംഗ്. അഭി ഭി വക്ത് ഹെ, ഇപ്പോഴും സമയമുണ്ട്. ഇബ്രാഹിം അലി സാഹബ് ആപ് മേരെ സാമനെ സെ ഹട്ട് ജായി, നിങ്ങൾക്ക് ഇപ്പോഴും സമയമുണ്ട്, നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് മാറൂ, ഹജ്ജാന മാറിപ്പോകൂ എന്ന് വീണ്ടും ബീർബൽ സിംഗ് ചേതാവനി ദേ രഹി ഹെ, എന്താണ്, വീണ്ടും ഒരു വാർണിംഗ് കൊടുക്കുകയാണ് ഇബ്രാഹിം അലിക്ക്. ഇബ്രാഹിം അലി പറയുകയാണ്, ചുനൗത്തി ഭരേ സ്വരമേ, ചുനൗത്തി എന്ന് പറഞ്ഞാൽ വെല്ലുവിളി സ്വരത്തിൽ പറയുകയാണ്. ആ ബേഡൻ ചലായ ദാരോഗാജി, ബേഡൻ ലാത്തിയാണ് ബേഡൻ എന്ന് പറയുന്നത് കേട്ടോ. ബേഡൻ ചലായ ദാരോഗാജി, താങ്കളുടെ ലാത്തി ചാർജ് കണ്ടിന്യൂ ചെയ്തോളൂ, നടത്തിക്കോളൂ എന്ന് ഇൻസ്പെക്ടറിനോട് പറയുകയാണ്. സിർ പർ ബേഡൻ സെ വാർ ഹോത്തി ഹി, അപ്പോൾ ഇത്രയും ഇബ്രാഹിം അലി പറയുന്നു. പിന്നെ അവിടെ നടക്കുന്ന ആ ഒരു സംഭവത്തിൻ്റെയാണ്, അണിയറയിൽ നടക്കുന്ന ആ ഒരു സംഭവമാണ് ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത്. സിർ പർ ബേഡൻ സെ വാർ ഹൂത്തെ ഹി ഇബ്രാഹിം അലി കി കാരുണിക് ആഹ് നിക്കൽത്തെ ഹെ, അപ്പോൾ ഇബ്രാഹിം അലിയെ ലാത്തി കൊണ്ട് അടിക്കുകയാണ്. ഇബ്രാഹിം അലിയെ അടിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കാരുണികം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ വേദനാജനകമായി ആഹ് എന്ന ശബ്ദം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നു. അഗലേ ഹി പൽ, അടുത്ത നിമിഷം തന്നെ ഉൻകാ സിർ ഗോഡോം കി ടാപ്പും കി നീച്ചെ ആക്കർ ഫട്ട് ജാത്തെ ഹെ, അതോടൊപ്പം തന്നെ എന്താ ചെയ്യുന്നത്, ഗോഡോം കി ടാപ്പും, കുതിരകളുടെ കുളമ്പടിയിൽ അടിയിൽപ്പെട്ട് ആരുടെ തല പൊട്ടുകയാണ്, ഫട്ട് ജാത്താ ഹെ, കിസ്കെ സർ ഫട്ട് ജാത്താ ഹെ, ഇബ്രാഹിം അലി കി സർ ഫട്ട് ജാത്താ ഹെ, കുതിരയെ അദ്ദേഹത്തിന്റെ പുറത്തേക്ക് ചാടിക്കാൻ ശ്രമിക്കുന്നു. അത് കുതിരയുടെ കുളമ്പടികൾ ആരുടെ തലയിൽ പതിക്കുന്നു, ഇബ്രാഹിം അലിയുടെ തലയിൽ പതിച്ച് അദ്ദേഹത്തിന്റെ തല പൊട്ടുന്നു. സ്വാധീനതാ സേനാനി അധീർ ഹോ ആത്തെ ഹെ, അപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള അദ്ദേഹം അതിനെ എന്താ പറയുക, അദ്ദേഹത്തിന് അങ്ങനെ സംഭവിക്കുകയാണ്. സ്വരാജി ഏക്, അപ്പൊ ഇതെല്ലാം ചുറ്റും നിൽക്കുന്ന ജാഥക്കാരെല്ലാവരും, അതായത് ജാഥയിൽ പങ്കെടുക്കുന്ന ആൾക്കാരെല്ലാം ഇത് കാണുന്നുണ്ടല്ലേ. അപ്പൊ അതിൽ സ്വരാജി ഒരാളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പ്രവർത്തകൻ പറയുകയാണ്, ഖബറായ സ്വരമേ, വളരെ എന്താ പറയണേ, വളരെ ഖബറായ ഹുന എന്ന് പറഞ്ഞാൽ പേടിച്ച സ്വരത്തിൽ പറയുകയാണ്, അരെ ദേഖോ നോക്കൂ, ദാരോഗാനെ അപ്നാ ഘോഡ ഇബ്രാഹിം സാഹബ് കെ ഊപ്പർ ചടാ ദിയാ ഹെ, ദാരോഗ പോലീസ് ഇൻസ്പെക്ടർ അയാളുടെ ആ കുതിരയെ ആരുടെ മേത്തേക്കാണ് ചാടിച്ചേക്കുന്നത്, ഇബ്രാഹിം അലിയുടെ ദേഹത്തേക്ക് ചാടിച്ചിരിക്കുകയാണ്. ഉൻകാ സിർ ഫട്ട് ഗയാ ഹെ, അദ്ദേഹത്തിന്റെ തല പൊട്ടിയിരിക്കുന്നു. സ്വരാജി ദോ, അപ്പോൾ അടുത്തൊരു ജാഥയിൽ പങ്കെടുത്ത ഒരാൾ പറയുകയാണ്, പ്രവർത്തകൻ പറയുകയാണ്, സിർ സെ ഖൂൻ നിക്കൽ രഹാ ഹെ,
തലയിൽ നിന്ന് രക്തമൊലിക്കുകയാണ്. ജല്ലാദ്, ദരോഗ, നിർദ്ധയനായിട്ടുള്ള ഇൻസ്പെക്ടർ, അംഗ്രോസോ കാ പിട്ടു ഹേതു, അംഗ്രേസികളുടെ അനുയായിയാണ് നീ എന്ന് പറയുകയാണ്. അപ്പോ സ്വരാജിയായിട്ടുള്ള മൂന്നാമത്തെ ഒരു പ്രവർത്തകൻ പറയുകയാണ്, ഹം കിരായക്കെ ടട്ടു നഹി ഹെ ജോ തേരി നിർദയതാ സെ ഡർകർ പലട്ട് ലേ. പലട്ന എന്ന് പറഞ്ഞാൽ തിരിഞ്ഞോടുക കേട്ടോ, തിരിഞ്ഞു പോവുക, അതിനെയാണ് പലട്ന എന്ന് പറയുന്നത്. ടട്ടു എന്ന് പറഞ്ഞാൽ അടിമ. ഹം കിരായക്കെ ടട്ടു നഹി ഹെ, ഞങ്ങളെ വാടകയ്ക്കെടുത്ത, കിരായക്കെ ടട്ടു എന്ന് പറഞ്ഞാൽ വാടകയ്ക്കെടുത്ത അടിമകളല്ല ഞങ്ങൾ വാടകയ്ക്കെടുത്ത അടിമകളല്ല. തെരി നിർദ്ദയദാസെ ഡർക്കർ, പേടിച്ച്, പലട്ട്ലെ, നിന്റെ ഈ നിർദ്ദയമായിട്ടുള്ള നിന്റെ ഈ പ്രവൃത്തിയെ, അല്ലെങ്കിൽ നിന്റെ നീ ഈ കാണുന്ന നിന്റെ ഈ പെരുമാറ്റത്തിനെ പേടിച്ച്, നീ നിർദ്ദയനായി പെരുമാറുന്നത് കണ്ട് പേടിച്ച് തിരിഞ്ഞോടാൻ ഞങ്ങൾ വാടകയ്ക്കെടുത്ത അടിമകളല്ല എന്ന് പറയുകയാണ്. സ്വാധീനതാക്കെ സച്ഛേ സേവക് ഹെ, സ്വാതന്ത്ര്യ സമരത്തിന്റെ സത്യസന്ധരായിട്ടുള്ള പ്രവർത്തകരാണ്. അപ്നി ജാൻ ദേ ദേങ്കി, ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ നൽകും. മഗർ പക്ഷേ ഭാരത് മാക്കെ ഹാത്തോ മേ ബേഡിയാ നഹീ ബർദാശ്ത് കർ ദേങ്കി. ബേഡിയ എന്ന് പറഞ്ഞാൽ ചങ്ങലയാണ് കേട്ടോ, ചങ്ങലയാണ് ബേഡിയ എന്ന് പറയുന്നത്. ബർദാഷ് എന്ന് പറഞ്ഞാൽ സഹിക്കുക. അപ്നി ജാൻ ദേ ദേങ്കി, ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ ജീവൻ നൽകും. പക്ഷേ മഗർ പക്ഷേ ഭാരത് മാക്കെ ഹാത്തോ മേ ബേഡിയാ നഹീ ബർദാശ്ത് കരേഗി, ഭാരത മാതാവിന്റെ കൈകളിൽ ചങ്ങല, വിലങ്ങ് ഞങ്ങൾ സഹിക്കുകയില്ല എന്ന് പറയുകയാണ്. ഭാരത് മാതാ കി ജയ്, സബി സ്വരാജി ദുഹരാത്തെ ഹെ, ഭാരത് മാതാ കി ജയ് എന്ന് വീണ്ടും ഈ പറയുന്ന ആ ഒരു ആക്രോശഭരിതമായിട്ടുള്ള ആ ഒരു ശബ്ദത്തോടൊപ്പം തന്നെ ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സ്വരാജി പ്രവർത്തകരും അതെന്ത് ഏറ്റുപറയുകയാണ്, ദുഹരാന ഏറ്റുപറയുകയാണ്. സാത് ഹി ചാരോ ഓർ ചീക് പുകാർ കെ അർത്ഥ സ്വർ ഗൂഞ്ജത്തെ ഹെ, അതോടൊപ്പം തന്നെ ചാരോ ഓർ, നാല് സൈഡിലും ചീക് പുകാർ കെ, ചീക് പുകാർ എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക കേട്ടോ, നിലവിളിയുടെ അർത്ഥസ്വർ, പാതിയായിട്ടുള്ള ആ ഒരു ശബ്ദം, ഗൂഞ്ജത്തെ ഹെ, അതിങ്ങനെ ധ്വനി, ഇങ്ങനെ എന്താ പറയണേ, പ്രതിധ്വനിക്കുകയാണ്. സംഗീത്, അതിൻ്റെ ഇടയിൽ വീണ്ടും ഇത് നമ്മുടെ എന്താ പറയുക, ആ ഒരു സ്റ്റേജിൽ നടക്കുന്നതാണ്, അണിയറയിൽ സംഭവിക്കുന്ന കാര്യമാണ് ഈ ബ്രേക്കറ്റിൽ തന്നിരിക്കുന്നത്. അതിനുശേഷം പശ്ചാത്തലത്തിൽ ഒരു സംഗീതത്തിന്റെ ധ്വനികൾ ഇങ്ങനെ വരികയാണ്. സംഗീതം എങ്ങനെയുള്ള സംഗീതമാണ് അവിടെ കേൾക്കാൻ സാധിക്കുന്നത്? ആസാദി കെ കിസി ഗീത് കി ഗുൻ, ഏതോ ഒരു സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു സംഗീതത്തിന്റെ ധ്വനികളാണ്, ധുൻ എന്ന് പറഞ്ഞാൽ ധ്വനികളാണ് അവിടെ കേൾക്കാൻ സാധിക്കുന്നത്. ദൃശ്യാന്തർ, അടുത്ത രംഗം. ബാസാർ മേ ധടാധഡ് ദുകാനോ കെ ഷട്ടർ ഗിർനെ ലഗ്താ ഹെ, ധടാധഡ് ശബ്ദം, ഇങ്ങനെ ഷട്ടറുകൾ പെട്ടെന്ന് ഇങ്ങനെ 1 by 1 ഇങ്ങനെ അടയ്ക്കുമ്പോൾ ഭയങ്കര ഒരു ശബ്ദമല്ലേ, അതിനെയാണ് പറയുന്നത് ബാസാർ മേ ധടാധഡ് ദുകാനോ കെ ഷട്ടർ ഗിർനെ ലഗ്താ ഹെ, പെട്ടെന്ന് തന്നെ ഠപ് 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 എന്നുള്ള ശബ്ദത്തോടു കൂടി കടകളിലെ എല്ലാം ഷട്ടറുകൾ അടയുന്ന ശബ്ദം. തനാവ് ഭരി ടിപ്പണിയാം, തനാവ് എന്ന് പറഞ്ഞാൽ എന്താ, സംഘർഷഭരിതമായിട്ടുള്ള ഒരു അവസ്ഥ, ആ ഒരു സാഹചര്യം. സുൻതേഹോ പറയുകയാണ്, സുൻതേഹോ കേൾക്കുന്നുണ്ടോ, ഇബ്രാഹിം അലി ഘോഡെ സെ കുചൽ ഗയേ ഹെ. അപ്പോൾ ഇതേമാതിരി സ്വരാജി പ്രവർത്തകരിൽ ഒരാൾ പറയുകയാണ്, കേൾക്കുന്നുണ്ടോ നിങ്ങൾ, സുൻതേഹോ ഇബ്രാഹിം അലി ഘോഡെ സെ കുചൽ ഗയേ ഹെ, കുചൽന എന്ന് പറഞ്ഞാൽ ചവിട്ടി മെതിക്കുക കേട്ടോ. അപ്പോൾ പറയുകയാണ്, ഇബ്രാഹിം അലി സാഹബ് ഘോഡ, കുതിരകൾ കൊണ്ട് ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അടുത്ത ആൾ പറയുകയാണ്, രണ്ടാമത്തൊരു പ്രവർത്തകൻ പറയുകയാണ്, കൈ സ്വരാജി ജഗ്മി ഹോ ഗയേ ഹെ. ജഗ്മി എന്ന് പറഞ്ഞാൽ മുറിവേൽക്കുക. കൈ സ്വരാജി, ഒരുപാട് പ്രവർത്തകർക്ക് മുറിവേറ്റിരിക്കുകയാണ്. നവേ പീച്ചെ ഹട്ടെ ഹെ, അവരാരും പുറകോട്ട് പോകുന്നില്ല. ന പോലീസ് ഉന്നെ ആകെ ജാനെ ദേത്തെ ഹെ, അതോടൊപ്പം തന്നെ പോലീസ് അവരെ മുന്നോട്ടും പോകാൻ സമ്മതിക്കുന്നില്ല. അദ്ദേഹം തിരിഞ്ഞു പോകാനും അതായത് ഒരുപാട് മുറിവുകൾ സംഭവിച്ച ഈ പ്രവർത്തകരാരും തിരിഞ്ഞു പോകാനും തയ്യാറല്ല. അതോടൊപ്പം തന്നെ അവരെ മുന്നോട്ട് പോകാൻ പോലീസുകാർ അനുവദിക്കുന്നുമില്ല. ഷഹർ മേ തനാവ് ഫൈൽ രഹാ ഹെ, ആ ഒരു പട്ടണത്തിൽ മുഴുവൻ എന്താണ്, തനാവ് ഫൈൽ രഹാ ഹെ എന്ന് പറഞ്ഞാൽ ആകെ ഒരു സംഘർഷാവസ്ഥ ആകെ നിറഞ്ഞിരിക്കുന്നു, ചുറ്റപ്പെട്ടിരിക്കുന്നു. ഫൈൽന ചുറ്റപ്പെടുക. മൈക്കു പറയുകയാണ്, അബ് തോ ഭായി റുക്കാ നഹി ജാത്ത മേ ഭി ജുലൂസ് മേ ഷാമിൽ ഹോവുങ്ക. അപ്പോൾ മൈക്കു ഇതെല്ലാം കണ്ട് സഹിക്കവയ്യ. ആദ്യം മൈക്കു പറയുകയാണ്, അബ് തോ ഭായി റുക്കാ നഹി ജാത്ത, ഇനി ഇത് എനിക്ക് സഹിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല. മേ ഭി ജുലൂസ് മേ ഷാമിൽ ഹോവുങ്ക, ഞാനും ഈ ജാഥയിൽ, ഷാമിൽ എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുക, ഞാനും ഈ ജാഥയിൽ പങ്കെടുക്കുമെന്ന് പറയുകയാണ്. ദീൻ ദയാൽ ദുകാൻ ബന്ദ് കർ മേ ഭി തുമ്ഹാരെ സാത്ത് ചൽത്താ ഹൂ മൈക്കു ശംഭു തും ക്യാ സോച്ച് രഹേ ഹോ.
അപ്പോൾ ദീൻ ദയാൽ പറയുകയാണ് ദുകാൻ ബന്ദ് കർ മേ ഭി തുമ്ഹാരി സാത്ത് ചൽത്താ ഹൂ മൈക്കു എന്ന് പറയുകയാണ്. ഞാനും ഈ കട അടച്ചുകൊണ്ട് നിന്റെ കൂടെ ഞാനും വരുന്നു മൈക്കു എന്ന് ആര് പറയുകയാണ്? ദീൻ ദയാൽ പറയുകയാണ്. ശംഭു തും ക്യാ സോച്ച് രഹേ ഹോ, താൻ എന്താണ് ചിന്തിക്കുന്നത്, നീ എന്താണ് ആലോചിക്കുന്നതെന്ന് ശംഭുനാഥിനോട് ദീൻ ദയാൽ ചോദിക്കുകയാണ്. അപ്പോൾ ശംഭുനാഥ് എന്താ പറയുന്നേ? വിരോധ് മേം പൂരാ ബാസാർ ബന്ദ് ഹോ രഹാ, വിരോധ് മേ पूरा बाजार बंद हो रहा है, मैं कैसे अपनी दुकान खुली रख सकता हूँ. ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ കടകളും അടയ്ക്കുകയാണ്. मैं कैसे अपनी दुकान खुली रख सकता हूँ, ഞാൻ എങ്ങനെയാണ് എൻ്റെ കട മാത്രം തുറന്നു വെക്കാൻ സാധിക്കുന്നത്? ഏക് ദിൻ തോ മർനാ ഹി ഹൈ, ഒരു ദിവസം മരിക്കേണ്ടതായി തന്നെ വരും. जो कुछ होना है हो, आखिर वे लोग सभी के लिए तो जान दे रहे हैं. जो कुछ होना है होने दो, എന്ത് കാര്യമാണോ നടക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ നടക്കുന്നത് നടന്നോട്ടെ, എന്നായാലും ഒരു ദിവസം മരിക്കണം. അപ്പൊ പിന്നെ ഇന്നാണെങ്കിൽ ഇന്ന് ആയിക്കോട്ടെ അല്ലേ എന്നുള്ള മട്ടിൽ ശംഭുനാഥ് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് ആഖിർ വേ ലോഗ്, എന്നാലും അവർ സഭീക്കേലിയെ ജാത്തോ ജാൻ ദേ രഹേ ഹെ, അവരെല്ലാവരും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ അവരുടെ ജീവൻ നൽകുന്നത്. നേപത്തി സെ സൈക്കടോ ലോഗോ കി ഉത്തേജിത ആവാസ് ആത്തി ഹെ, മാരോ മാരോ സിപ്പാഹിയോं को मारो, ये अपनी ही भाई बंधु है मगर अंग्रेजों के पिट्टू बन गए हैं. അപ്പോൾ ഇങ്ങനെ കടകളെല്ലാം അടച്ച് എല്ലാവരും ജാഥയിലേക്ക് പങ്കെടുക്കാനായിട്ട് പോകുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ശംഭുനാഥിന്റെ കടയടച്ച് അതിലേക്ക് പങ്കെടുക്കാൻ പോകുകയാണ്. അപ്പോൾ ആ അണിയറയിലെ അടുത്ത കാണിക്കുന്ന ആ ഒരു സ്റ്റേജിലെ രംഗം എന്ന് എന്താണ്? നേപത്യസെ, ആ ഒരു സൗണ്ട് കേൾക്കുന്ന എന്താണെന്ന് വെച്ചാൽ അണിയറയിൽ സൈക്കടോ ലോഗ്, അതായത് കോടിക്കണക്കിന് ജനങ്ങളുടെ ഉത്തേജിത ആവാസ്, അവരുടെ ആ ഒരു ആക്രോശഭരിതമായിട്ടുള്ള ശബ്ദം കേൾക്കുകയാണ്. മാരോ മാരോ, കൊല്ലു കൊല്ലു, സിപ്പാഹിയോ കോ മാരോ, പട്ടാളക്കാരെ കൊല്ലു. ഏ അപ്നെ ഹി ഭായ് ബന്ധു ഹൈ, ഇവരെല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്. എന്നാൽ പോലും പക്ഷേ മഗർ അംഗ്രേസോ കെ പിട്ടു ബൻ ഗേ ഹൈ, അംഗ്രേസികളുടെ, ബ്രിട്ടീഷുകാരുടെ അനുയായികളായി കഴിഞ്ഞിരിക്കുന്നു. അവർ നമ്മളെ നിർദ്ദയരായിട്ട് ഞങ്ങളോട് ഈ പെരുമാറുന്ന ഇവരെല്ലാവരും ആരാണ്? ഞങ്ങളുടെ തന്നെ സഹോദരങ്ങളാണ്, നമ്മളെല്ലാവരും ഭാരതീയരാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഇവരെല്ലാവരും ബ്രിട്ടീഷുകാരുടെ അനുയായികളായി കഴിഞ്ഞിരിക്കുകയാണ്. അവരെല്ലാവരെയും എന്തു ചെയ്യുക? കൊല്ലുക എന്ന ആക്രോശഭരിതമായിട്ടുള്ള സൈക്കിളും ലോകം, ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാരുടെ സൗണ്ട് കേൾക്കുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് അതാണ് അവിടെ കേൾക്കുന്ന ആ ഒരു പശ്ചാത്തലം. സംഗീത ആസാദിക്ക് ധുൻ, വീണ്ടും ആ ഒരു പശ്ചാത്തലത്തിൽ സംഗീതം കേൾക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ സ്വരം അവിടെ കേൾക്കുകയാണ്. ദൃശ്യാന്തം, അടുത്ത രംഗം. उमड़ती चली आ रही उत्तेजित भीड़ का स्वर नजदीक आ रहा है, तभी एक मोटर कार के स्टार्ट होने की ध्वनि. ഉമർത്തി ചലി ആ രഹി ഉത്തേജിത് ഭീഡ്, അതായത് ഇളകി മറിഞ്ഞുകൊണ്ട് വരുന്ന ആ ഒരു ഉത്തേജിത് ഭീഡ്, വളരെ എന്താ പറയണ, ഭയങ്കര ആക്രോശഭരിതമായിട്ടുള്ള ആ ഒരു ഭീഡ്, ആൾക്കൂട്ടം ക സ്വർ, ആ ഒരു ആൾക്കൂട്ടത്തിന്റെ സ്വരം നസ്ദീഖ്, അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. വസ്തീഖ് ആ രഹി ഹെ, അടുത്തടുത്ത് വരികയാണ്. തബി ഏക് മോട്ടോർ കാർ കെ സ്റ്റാർട്ട് ഹോനേക്ക് ധ്വനി, അപ്പം തന്നെ അവിടെ ഒരു മോട്ടോർ കാറിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ധ്വനി, സൗണ്ട് കേൾക്കുന്നു. ബീർബൽ സിംഗ് ഖബഡാക്കർ കുറച്ചൊന്ന് പേടിച്ചു. ഇത്രയും വലിയ സൗണ്ടും ആളുകളെല്ലാം ജനം ഇളകി വരികയാണ് എന്നറിഞ്ഞപ്പോൾ പേടിച്ചു ബീർബൽ സിംഗ്. എന്നിട്ട് പേടിച്ചുകൊണ്ട് അരേ DSP സാഹബ് तो चले गए. DSP സാബ് ഇത്രയും സൗണ്ടൊക്കെ കേട്ട് പേടിച്ച് അവിടെ ആര് സ്ഥലം വിട്ടു? DSP സാബ് അവിടെ നിന്ന് പോയി. ആബ് മേ ക്യാ കരൂ അഹിംസാ കെ വ്രതധാരിയും പർ ടണ്ട ബർസാന और बात है, മേ ക്യാ കരൂ, ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? അഹിംസാ കെ വ്രതധാരിയും പർ ടണ്ടേ ബർസാന और बात है, അതായത് അഹിംസാപരമായി പ്രവർത്തിക്കുന്ന ജാഥയെ ആക്രമിക്കുക, ടണ്ട ബർസാന, അവരെ വർഷിക്കുക, ഈ ലാത്തി ചാർജ് ചെയ്യുക, അവരെ അടിച്ച് ഓട്ടിക്കുക എന്ന് പറയുന്നത് और बात है, അതൊരു തരത്തിലുള്ള കാര്യമാണ്. എന്നാൽ ഹിംസക് ഭീഡ് കാ സാമന കർണ और, അഹിംസാകാരികളായിട്ടുള്ള മനുഷ്യരെ നേരിടുക എന്ന് പറയുന്നത് ഒരു തരം. പക്ഷേ എന്താ പറയണ, ഹിംസക് ഭീഡ്, അതായത് ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ഹിംസിക്കുന്ന തരത്തിലുള്ള ഒരു കൂട്ടത്തെ നേരിടുക, സാമന കർണ എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമല്ല എന്നുള്ളത് ആർക്കറിയാം? ബീർബൽ സിംഗിന് അറിയാം അല്ലെ. അപ്പൊ അയാൾ അങ്ങനെ ചിന്തിക്കുകയാണ്, ഈ അഹിംസാധാരികളായ ആൾക്കാരെ നേരിടുന്നതൊക്കെ, പക്ഷെ ഇത്രയും ആൾക്കാർ ഇങ്ങനെ ഈ ആക്രോശഭരിതരായി വരുന്ന ഈ ഒരു ഹിംസകായിട്ടുള്ള, അതായത് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഹിംസിക്കാനായി വരുന്ന ഈ ആൾക്കാരെ എങ്ങനെ നേരിടണം
എന്ന് എങ്ങനെ നേരിടണമെന്നല്ല, എങ്ങനെ നേരിടും എന്നുള്ള ചിന്ത ആരുടെ മനസ്സിൽ വരുന്നു? ബീർബൽ സിംഗിന്റെ മനസ്സിൽ വരികയാണ്. ഉടനെ തന്നെ അയാൾ എന്താ ചെയ്യുന്നത്? ആദേശാത്മക് സ്വരമേം ഓർഡർ ചെയ്യുകയാണ്. സിപ്പാഹിയോ, പട്ടാളക്കാരെ, അഹിസ്ത ആഹിസ്ത സെ പീച്ചെ ഹട്ട്ലോ. ആഹിസ്ത എന്ന് പറഞ്ഞാൽ സാവധാനം, അതിനെയാണ് പറയുന്നത് കേട്ടോ. ആഹിസ്ത സെ പീച്ചെ ഹട്ട്ലോ, സാവധാനത്തിൽ നിങ്ങൾ പിന്നോട്ട് മാറുക. ഘോടോങ്കി ടാപ്പോങ്കി മുഡ്നെ കാ സ്വർ. ഉടനെ തന്നെ ഈ ഓർഡർ കേട്ടിട്ട്, ബീർബൽ സിംഗിന്റെ ദാരോഗാജിയുടെ ഓർഡർ കേട്ട് സിപ്പാഹി പട്ടാളക്കാരെല്ലാവരും കുതിരകളെ പിന്നോട്ട് വലിക്കുകയാണ്. അപ്പോ കുതിരകളുടെ ടാപ്പോ, അവരുടെ ആ കുളമ്പടിയുടെ മുടനേക്കാ ശബ്ദം, മുടനെ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു വരുന്നതിന്റെ ശബ്ദം കേൾക്കുന്നു. ഇബ്രാഹിം അലി കരാഹത്തെ ഹുയെ, കരാഹത്തെ എന്ന് പറഞ്ഞാൽ കിതച്ചുകൊണ്ട്, കരാഹത്തെ ഹുയെ എന്ന് പറഞ്ഞാൽ കിതച്ചുകൊണ്ട് എന്ന് പറയാം കേട്ടോ, അല്ലെങ്കിൽ തരിച്ചുകൊണ്ട് കരാഹത്തെ ഹുയെ, ആകെ കൂരിത്തരിച്ച് കിതച്ചുകൊണ്ട് പറയുകയാണ്. ക്യോം കൈലാഷ്, എന്തിന് കൈലാഷ്? ഈ ആവാസ്യം കൈസി ഹെ, ഈ ശബ്ദം എങ്ങനെയാണ്? ക്യാ ലോക് ഷഹർ സെ ആ രഹേ ഹെ, എന്താ ഈ ജനങ്ങളെല്ലാം പട്ടണത്തിൽ നിന്ന് വരികയാണോ? കൈലാഷ് പറയുകയാണ്. ചിന്തിതനായിക്കൊണ്ട് ശ്രദ്ധിച്ചിട്ട് പറയുകയാണ്. ജി ഹാ, അതെ, ഹസാറോ ആത്മീ ഹെ, ആയിരക്കണക്കിന് ആൾക്കാർ ഉണ്ട് എന്ന് ആര് പറയുകയാണ്? കൈലാഷ് ആരോട് പറയുകയാണ്? ഇബ്രാഹിം അലിയോട് പറയുകയാണ്. ഇബ്രാഹിം അലി തോ അബ് ഖൈരിയത് നഹി, അപ്പോൾ ഇനി ഒരു ശുഭസൂചന അല്ലെങ്കിൽ കുശലാന്വേഷണത്തിന്റെ ആവശ്യമില്ല. ഇനി ഒരു കുശലാന്വേഷണം വേണ്ട. ചണ്ടാ ലൗട്ടാദോ, കൊടികൾ ലൗട്ടാദോ, കൊടികൾ പിൻവലിക്കുക. ഹമേ ഫോറൻ ലൗഡ് ചലന ചാഹിയെ, നമുക്ക് ഫോറൻ പെട്ടെന്ന് തന്നെ ലൗഡ് ചലന ചാഹിയെ, തിരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. നഹീം തോ തൂഫാൻ മച്ച് ജായേഗി, അല്ലെങ്കിൽ തൂഫാൻ കൊടുങ്കാറ്റ് എന്നുള്ളതിനെയാണ് തൂഫാൻ എന്ന് പറയുന്നത്. തൂഫാൻ മച്ച് ജായേഗി, കൊടുങ്കാറ്റ് എന്ന രീതിയിൽ ഇവിടെ അത്രമാത്രം കലാപം ഉണ്ടാകും, അല്ലെങ്കിൽ അത്രമാത്രം സംഘർഷാവസ്ഥ ഉണ്ടാകുമെന്നാണ് അവിടെ ഇബ്രാഹിം അലി ഉദ്ദേശിക്കുന്നത്. മച്ച് ജായേഗി. ഹമേ അപ്നെ ഭായിയോ സെ ലഡായി നഹീ കർണി ഹെ, ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഈ പട്ടാളക്കാരും എല്ലാവരും, അല്ലെ? പക്ഷെ അവരെല്ലാവരും ആരാണ്? ബ്രിട്ടീഷുകാരുടെ അനുയായികളാണെങ്കിലും നമ്മളെല്ലാവരും ഭാരതീയരാണെന്നുള്ള രീതിയിൽ ഇബ്രാഹിം അലി പറയുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരങ്ങളോട് തന്നെ ഒരിക്കലും ലഡായി, അവരോട് തന്നെ എതിർക്കാൻ സാധിക്കില്ല. ഭായോസെ ലഡായി നഹീ കർണി ഹെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരങ്ങളോട് തന്നെ വഴക്കിടാൻ സാധിക്കില്ല, അവരോട് തന്നെ നേരിടാൻ സാധിക്കില്ല. കഹു സബ്സെ വാപ്പസ് ലൗട്ട് ചലെ, എല്ലാവരോടും വേഗം തന്നെ പറയൂ, ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ എല്ലാവരോടും പറയൂ എന്ന് ഇബ്രാഹിം അലി ആകെ കൂരിത്തരിച്ചുകൊണ്ട് പറയുകയാണ്. കൈലാഷ് ये आप क्या कर रहे हैं, उड़ने की कोशिश क्यों कर रहे हैं? അപ്പോൾ ഉടനെ ഇബ്രാഹിം അലിയോട് കൈലാഷ് ആകെ അടി കൊണ്ട് തലയ്ക്കെല്ലാം മുറിഞ്ഞ് താഴെ കിടക്കുകയാണ്, അല്ലെ ഇബ്രാഹിം അലി. അപ്പോൾ കൈലാഷ് നോക്കുമ്പോൾ ഇബ്രാഹിം അലി എഴുന്നേൽക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. അപ്പോൾ പറയുകയാണ്, ഏ ആപ് ക്യാ കർ രഹേ ഹെ, താങ്കൾ ഇത് എന്താണ് ചെയ്യുന്നത്? ഉഡ്നെ കി കോശിഷ് ക്യൂ കർ രഹേ ഹെ, എന്തിനാ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത്? ജൈസ ആപ് കഹേംഗെ വൈസാ ഹി ഹോഗെ, താങ്കൾ എന്താണോ പറയുന്നത് അങ്ങനെ തന്നെ എവിടെ നടക്കുകയുള്ളൂ. താങ്കൾ ബുദ്ധിമുട്ടണ്ട എന്നുള്ള രീതിയിൽ പറയുകയാണ്. താങ്കൾ എന്താണ് ഈ ചെയ്യുന്നത്? താങ്കൾ എന്തിനാ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത്? താങ്കൾ എന്താണോ പറയുന്നത് അത് തന്നെ ഇവിടെ നടക്കുകയുള്ളൂ എന്ന് കൈലാഷ് പറയുകയാണ്. ലോഗോങ്കി ഓർ മുഡ്കർ, മുഡ്ന എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുക. ലോഗോങ്കി ഓർ, ജനങ്ങളുടെ നേരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട്, പ്രവർത്തകരുടെ നേരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുകയാണ്. ഭായിയോ, സഹോദരങ്ങളെ, ഇബ്രാഹിം ചാച്ചാ കെ ലിയെ ജൽദി സെ സ്ട്രക്ചർ തയ്യാർ കറോ. ഭായിയോ, സഹോദരങ്ങളെ, നിങ്ങൾ ഇബ്രാഹിം ചാച്ചാക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ ഒരു സ്ട്രക്ചർ റെഡിയാക്കുക എന്ന് പറയുകയാണ്. ചണ്ടിയോങ്കെ ബാസോങ്കോ സാഫോ ഓർ റുമാലോ സെ ബാന്തോ. ചണ്ടിയോ എന്ന് പറഞ്ഞാൽ ചണ്ട, കൊടികളെ എല്ലാം എന്ത് ചെയ്യുക? ബാസോങ്കോ, ചണ്ടിയോങ്കെ ബാസോങ്കോ എന്ന് പറഞ്ഞാൽ കൊടികളാലുള്ള ആ തൊപ്പികളെ, ബാസോങ്കോ സാഫോ ഓർ ചണ്ടിയോങ്കെ ബാസോങ്കോ, കൊടികളെ സാഫോ ഓർ റുമാലോസെ ബാന്തോ, അതായത് തലയെ കെട്ടി വെച്ചേക്കുന്ന അതുകൊണ്ടും അതുപോലെ തന്നെ റുമാൽ തൂവാല കൊണ്ടും അതിനെ കെട്ടിവെക്കുക. ജൽദി കരോ, എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യൂ എന്ന് ആദേശം നൽകുകയാണ് കൈലാഷ് ജനങ്ങളോട്. ഇബ്രാഹിം അലി കാമ്പത്തി ആവാസ്മേം, വിറയ്ക്കുന്ന ശബ്ദത്തിൽ ഇബ്രാഹിം അലി പറയുകയാണ്. അതാണ് അടുത്ത ആ ഒരു സ്റ്റേജിലെ ആ ഇബ്രാഹിം അലിയുടെ ലാസ്റ്റ് ആ ഒരു ഡയലോഗാണിത് കേട്ടോ. ലോഗോं की मनोवृत्ति में माया वह परिवर्तन ही हमारी असली विजय है. ലോഗോं की മനോവൃത്തി, മനുഷ്യന്റെ ആ ഒരു ചിന്താഗതിയിൽ വന്ന ആ ഒരു വലിയ മാറ്റം തന്നെയാണ്. മാറ്റം
പരിവർത്തൻ മാറ്റം തന്നെയാണ് ഞങ്ങളുടെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. അസ്ലി വിജയ ഹെ. ഹമാരാ ഉദ്ദേശ് കേവൽ ജനതാ കി സഹാനുഭൂതി പ്രാപ്ത് കർണ ഹെ. ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളുടെ എന്താ പറയുന്നത്, ജനങ്ങളുടെ ആ ഒരു സഹാനുഭൂതി, അവരുടെ ആ ഒരു മാറ്റം, സഹാനുഭൂതി, അവർ ഞങ്ങളുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ചിന്തിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം എന്നാണ് ഇബ്രാഹിം അലി ഇവിടെ പറയുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? ഉനക്കി മനോവൃത്തിക്കോ ബദൽ ദേനാ ഹെ. അവരുടെ ആ ഒരു മനോഭാവത്തിനെ ഞങ്ങൾക്ക് തിരുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബദൽ എന്ന് പറഞ്ഞാൽ മാറ്റേണ്ടതായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ജിസ് ദിൻ ഹം ഇസ് ലക്ഷ്യ പർ പഹുഞ്ച് ജായേംഗെ ഉസി ദിൻ സ്വരാജ് സൂര്യ കാ ഉദയ് ഹോഗി. ഏത് ദിവസമാണോ ജിസ് ദിൻ ഹം ഇസ് ലക്ഷ്യ പർ പഹുഞ്ച് ജായേംഗെ, ഏത് ദിവസമാണോ ഞങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തുന്നത്, ഉസി ദിൻ സ്വരാജ് സൂര്യ കാ ഉദയ് ഹോഗി, ആ ദിവസമായിരിക്കും സ്വരാജ്യം എന്ന സൂര്യോദയം ഉണ്ടാകുക എന്നുമാണ് ഇവിടെ ഇബ്രാഹിം അലി പ്രഖ്യാപിക്കുന്നത്. ഉസി ദിൻ സ്വരാജ് സൂര്യ കാ ഉദയ് ഹോഗി, ആ ദിവസമായിരിക്കും സ്വരാജ്യം എന്ന സൂര്യോദയം ഉണ്ടാകുക എന്ന് പറയുന്നു. ജയ് ഭാരത്, വീണ്ടും ഭാരതമാതാവിന് ജയ് വിളിക്കുകയാണ്. സബി ജോഷിയിലെ സ്വരമേം ജയ് ഭാരത് ദുഹരാത്തെ ഹെ. എല്ലാ പ്രവർത്തകരും വളരെ വളരെ ആക്രോശഭരിതരായി വളരെ സന്തോഷഭരിതവും ഒന്നുകൂടി പറയാം കേട്ടോ. ജോഷിയിലെ സ്വരമേ ജയ് ഭാരത് ദുഹരാത്തെ ഹെ. വീണ്ടും ഭാരതമാതാവിന് അവർ ജയ് വിളിക്കുകയാണ്. സംഗീത് ആവാസ് ആസാദി കി ധുൻ. അവിടെ വീണ്ടും ആ പശ്ചാത്തലത്തിൽ സംഗീതം കടന്നു വരികയാണ്. അതും എങ്ങനെയുള്ള സംഗീതമാണ്? ആസാദി കി ധുൻ, അതായത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു സംഗീതത്തിന്റെ സ്വരമാണ് അവിടെ ആകെ ആ പശ്ചാത്തലത്തിൽ നിറഞ്ഞു വരുന്നത്. ഓക്കെ, അതോടുകൂടി നമ്മുടെ ഈ അവസാനിക്കുകയാണ്? ഈ ഒരു നാടകാവിഷ്കാരം അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പമാണ്, അത്ര ഹാർഡായിട്ടുള്ള ചാപ്റ്റർ അല്ല, സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. എല്ലാവരും 1-2 തവണ കമ്പൽസറി ആയിട്ട് നിങ്ങളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മെയിനായിട്ടും ദേശഭക്തി അല്ലെങ്കിൽ ദേശപ്രേമിനെയാണ്, ദേശസ്നേഹമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ ഒരു പ്രേംചന്ദ്ജി എഴുതിയ കഹാനിയുടെ കണ്ടന്റും ദേശസ്നേഹമാണ്. ആ ദേശസ്നേഹത്തിനെ അങ്ങനെ നിലനിർത്തിക്കൊണ്ടാണ് ചിത്ര മുതുകൽജി എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ജുലൂസ് എന്ന് പറയുന്ന ഈ ഒരു കഹാനിയെ നാടക രൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നാടകം എല്ലാവരും നന്നായി മനസ്സിലാക്കി വെക്കുക. കോൺവെർസേഷൻ രീതിയിൽ നിങ്ങൾക്ക് ഇത് ചോദിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ, കാരണം നാടകം എന്ന് പറയുന്നത് സംഭാഷണം കൂടിയാണല്ലോ, അപ്പോൾ അതിന് ചാൻസസ് ഉള്ളതാണ്. അതുകൊണ്ട് ചാപ്റ്റർ എല്ലാവരും ശ്രദ്ധിച്ച് നന്നായി തന്നെ നോക്കുക, പഠിക്കുക. ക്ലാസ് പൂർണ്ണമായും എല്ലാവരും വാച്ച് ചെയ്യുക, അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ പൂർണ്ണമായിട്ട് തന്നെ വാച്ച് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ ക്ലാസ്സസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കിട്ടുകയുള്ളൂ. അങ്ങനെ കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് അടുത്ത ഏത് ചാപ്റ്ററിൻ്റെ ക്ലാസ് ആണ് എന്നുള്ളതൊക്കെ. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫുള്ളായിട്ട് ക്ലാസ് വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആവശ്യപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക. Thank you.